ചങ്ക് പിളർന്ന് പങ്കാളിയാക്കി ചങ്കിനോടു ചേർത്തു വച്ചവനേ, മുൻപേ നടന്ന് അൻപാൽ നിറച്ച് ഉള്ളംകൈയിൽ എന്നെ താങ്ങിയോനേ, എൻ്റെ നെഞ്ചിനിടിപ്പ് യേശു, എൻ്റെ ഉള്ളിലെ പാട്ട് യേശു, എൻ്റെ പ്രാണനും പ്രേമവും യേശു, യേശു മാത്രം, യേശു മാത്രം, എൻ്റെ നെഞ്ചിനിടിപ്പ് യേശു, എൻ്റെ ഉള്ളിലെ പാട്ട് യേശു, എൻ്റെ പ്രാണനും പ്രേമവും യേശു, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. തള്ള പോലും എന്നെ തള്ളിയാലും താതൻ്റെ കൈ എന്നെ തള്ളുകില്ല, ഉള്ളം കൈയിൽ എന്നെ കോരിയിട്ട നല്ല സ്നേഹമാണ് യേശുനാഥൻ. തള്ള പോലും എന്നെ തള്ളിയാലും താതൻ്റെ കൈ എന്നെ തള്ളുകില്ല, ഉള്ളം കൈയിൽ എന്നെ കോരിയിട്ട നല്ല സ്നേഹമാണ് യേശുനാഥൻ. എൻ്റെ നെഞ്ചിനിടിപ്പ് യേശു, എൻ്റെ ഉള്ളിലെ പാട്ട് യേശു, എൻ്റെ പ്രാണനും പ്രേമവും യേശു, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. ഹല്ലേലൂയ. 1 തിമോഥെയോസിൻ്റെ ലേഖനം, 2 തിമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം, 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് അപ്പോസ്തലനാകുന്ന പൗലോസ് എഴുതിയിരിക്കുന്ന ആഴമേറിയ ഒരു തിരുവചനമാണ്. സ്തോത്രം. 2 തിമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെ സഹിക്കുന്നു. അപ്പോസ്തലൻ ഒരുപാട് വിഷയത്തിൻ്റെ നടുവിലൂടെ കർത്താവ് വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു അപ്പോസ്തലൻ. ആര് വിളിച്ച് വേർതിരിച്ച? കർത്താവ് വിളിച്ച് വേർതിരിച്ച, ദമസ്കോസിൽ വെച്ച് പൊട്ടിച്ച. സ്തോത്രം. കർത്താവ് ഒരാളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അന്ത്യം വരെയും അയാളുടെ ചുമതല ദൈവം ഏറ്റെടുക്കും. ഹല്ലേലൂയ. അയാളെ നടത്തുന്നതും അയാളെ കൂടെ ഇരിക്കുന്നതും അയാളെ വഹിക്കുന്നതും അയാളെ എവിടെയൊക്കെ എത്തിക്കണമെന്ന് നോക്കുന്നതും എവിടെ കൂടെയൊക്കെ നടത്തണമെന്ന് നോക്കുന്നതും എങ്ങനെയൊക്കെ അയാളെ കൊണ്ടുപോകണമെന്ന് നോക്കുന്നതും ആ വിളിച്ച ദൈവമാണ്. ദമസ്കോസിൽ വെച്ച് പിടിച്ച, അല്ലെങ്കിൽ പ്രകാശത്തെ തട്ടിച്ച് ആ കണ്ണുകളെ തുറപ്പിച്ച് യേശു ജീവിക്കുന്നു എന്ന്, ശൗലേ ശൗലേ ഞാൻ എൻ്റെ ശബ്ദമാണെന്ന്, അല്ലെങ്കിൽ ഞാനാകുന്നു കർത്താവെന്ന്, നീ ആരാകുന്നു കർത്താവെന്ന് ചോദിക്കുമ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശു എന്ന് പറഞ്ഞു ഒരാളിനെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ വിളിച്ച ദൈവം മരണം വരെയും മരണശേഷവും നടത്താൻ വിശ്വസ്തനാണ്. നമ്മൾ വിളിച്ച ദൈവം വിളിച്ചിറക്കിയിട്ട് എവിടെയെങ്കിലും കുറച്ച് ദൂരം ആക്കിയിട്ട് പോകുന്ന ദൈവമല്ല. പിന്നെ എവിടം വരെ കൊണ്ടുപോകും? മരണവും മരണശേഷം നിത്യതയും, നിത്യതയ്ക്ക് ശേഷം കർത്താവിനോടുള്ള വാസം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മളെ ഒരാളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കുടുംബത്തെ കണ്ടിട്ടല്ല വിളിക്കുന്നത്, ദേശത്തെ കണ്ടിട്ടല്ല വിളിക്കുന്നത്, സഭ കണ്ടിട്ടല്ല വിളിക്കുന്നത്, അയൽക്കാരെ കണ്ടിട്ടല്ല വിളിക്കുന്നത്, രക്തബന്ധുക്കളെ കണ്ടിട്ടല്ല വിളിക്കുന്നത്, നാട്ടുകാരെ കണ്ടിട്ടല്ല വിളിക്കുന്നത്. എൻ്റെ ദൈവത്തിനൊരു വിളിയുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ കണ്ടിട്ടല്ല വിളിക്കുന്നത്. കർത്താവ് എന്നോടുള്ള കൃപ തോന്നി, ആമേൻ, അപ്പോസ്തലനോടുള്ള കൃപ തോന്നി, അപ്പോസ്തലനോട് കരുണ തോന്നി, ആ മനുഷ്യനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അന്ത്യം വരെ നടത്താൻ. ഹല്ലേലൂയ. ആരല്ല എന്തൊക്കെ തകർക്കുമെന്ന് അയാൾക്കെതിരെ വീരവാദം മുഴക്കിയാലും ശരി, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിളിയാണ് അവന്റെ മേലുള്ളതെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദമാണ് അയാൾ കേട്ടിട്ടുള്ളതെങ്കിൽ, എൻ്റെ ദൈവത്തെ കണ്ടാണ് ആ മനുഷ്യൻ ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ, ലോകം മുഴുവൻ ഒരുമിച്ച് എതിരായാലും അയാളെ നടത്തുന്നത് മനുഷ്യനല്ല, അയാളെ നടത്തുന്നത് ലോകമല്ല, അയാളെ നടത്തുന്ന കുടുംബത്തിലെ അംഗങ്ങളല്ല, പട്ടണത്തിലെ അംഗങ്ങളല്ല, സഹോദരങ്ങളല്ല, ബന്ധുക്കളല്ല, നാട്ടുകാരല്ല, വിളിച്ച ദൈവം.
നിന്നെ വിളിച്ച ദൈവമാണെങ്കിൽ നിന്റെ മുഴുവൻ കാര്യം ആരായിട്ടെടുക്കും? ദൈവം ഏറ്റെടുക്കും. അതാണ് ദൈവത്തിൻ്റെ വിളിയും മനുഷ്യൻ്റെ വിളിയും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യൻ വിളിച്ചാണ് ഇറക്കിയതെങ്കിൽ 4 ദിവസം കൂടെ നിൽക്കും, അത് കഴിയുമ്പോൾ അവരങ്ങ് മാറും, ആൾ വന്ന് വീഴും. പക്ഷെ ദൈവമാണ് വിളിച്ചതെങ്കിൽ മരണം വരെയും അതിനുശേഷവും മേൽക്കുമേൽ ശക്തി തന്ന്, മേൽക്കുമേൽ കൃപ തന്ന്, മേൽക്കുമേൽ അഭിഷേകം തന്ന്, മേൽക്കുമേൽ വരം തന്ന്, മേൽക്കുമേൽ ഫലം തന്ന്, മേൽക്കുമേൽ ആത്മാവിന്റെ പവർ നമ്മുടെ അകത്ത് പകർന്ന് ഓരോ സെക്കൻഡ് നടത്തി അന്ത്യം വരെ കൊണ്ടെത്തിക്കാൻ ഈ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, നോക്കിയേ, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെ സഹിക്കുന്നു. കണ്ടോ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തൊട്ട് മുമ്പോട്ട് ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗി അപ്പോസ്തലന് ഉപദേഷ്ടമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നിയമിച്ചതാണ്. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെ സഹിക്കുന്നു. അടുത്ത വരി വായിച്ചേ. എങ്കിലും ലജ്ജിക്കുന്നില്ല. എന്തൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നില്ല? ലജ്ജയില്ല. എന്തൊക്കെ അപ്പോസ്തലന്റെ തലയിൽ കൊണ്ടിട്ടാലും അയാൾക്ക് ലജ്ജയില്ല. കാരണം എന്നറിയാമോ? ലജ്ജ ദമസ്കോസിൽ വെച്ച് പൊട്ടി. അയാൾക്കറിയാം കർത്താവ് ഒരാളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വരെയും പ്രശ്നങ്ങളിലൂടെ തന്നെ പോകണം. അവസാനം വരെയും പട്ടുമറ്റല്ല, കർത്താവിൻ്റെ വേലയ്ക്ക് ഒരാളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വരെയും പ്രശ്നത്തിലൂടെ പോയേ പറ്റൂ. അത് അപ്പോസ്തലൻ അറിയാം, അപ്പോസ്തലൻ ഉറപ്പാണ്. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ എന്തൊക്കെ വന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല? ലജ്ജിക്കയില്ല. അടുത്തവർ വായിച്ചേ. ഞാൻ ആരെ വിശ്വസിച്ചു? അതാ സത്യം. ലജ്ജയില്ലാത്ത കാരണം വിശ്വസിച്ചത് ആരെ എന്നുള്ള അറിവ്. നമുക്ക് പലപ്പോഴും ആരെ വിശ്വസിച്ചെന്നോ ആര് വിളിച്ചെന്നോ നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? വീണു പോകും. പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യും? വീണു പോകും. പ്രതികൂലം വരുമ്പോൾ എന്ത് ചെയ്യും? വീണു പോകും. കാരണം എന്താണെന്നറിയാമോ? നമ്മളെ വിളിച്ച ദൈവം ആരെന്നുള്ള അറിവ് നമുക്കില്ല. നമ്മളെ വിളിച്ച ദൈവം ആരാണ്, എന്താണ്, ആ ദൈവത്തിൻ്റെ ശക്തി എത്രയുണ്ട്, ആ ദൈവത്തിൻ്റെ വലിപ്പം എത്രയുണ്ട്, ആ ദൈവം എത്രമാത്രമാണ് എന്നെ കണ്ടത് എന്ന് ഉള്ള വെളിപ്പാട് എനിക്കില്ലാതെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? പ്രശ്നം വരുമ്പോൾ വീണു പോകും. പ്രതിസന്ധി വരുമ്പോൾ വീണു പോയാലും ആ മനുഷ്യ, ആ ദൈവഭക്തൻ പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ഒറ്റ തള്ളിൽ വന്ന് വീഴുന്ന ഒരു മനുഷ്യനെയല്ല അയാൾ വിശ്വസിച്ചത്. പിന്നെ ആരെ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനെയാണ് വിശ്വസിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്തിരിക്കുന്ന സ്നേഹിതരെ, നമ്മൾ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? സ്തോത്രം. ഒരു പ്രശ്നം വരുമ്പോൾ തള്ളിയിട്ട് പോകുന്ന വീട്ടുകാരെയാണോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒറ്റപ്പെടുത്തുന്ന നാട്ടുകാരെയാണോ? പ്രതീക്ഷിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ പുറത്താക്കുന്ന ദേശത്തെയാണോ? പിന്നെ സ്തോത്രം, ഒറ്റപ്പെടുത്തി തള്ളിക്കളയുന്ന ലോകത്തെയാണോ വിശ്വസിക്കുന്നത്? എങ്കിൽ നമ്മളുടെ കാര്യം പോക്കാം. പക്ഷേ സർവശക്തനാകുന്ന ദൈവത്തെ കണ്ടിട്ടാണ് ആരാധിക്കുന്നതെങ്കിൽ, ആമേൻ, ആരൊക്കെ തള്ളിയിടാൻ നോക്കിയാലും, ആരൊക്കെ തകർക്കാൻ നോക്കിയാലും പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭന മനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ, ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ, ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. വിശ്വാസം പഠിക്കേ പതല്ലേ പന്തിടിയിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയാലും, ഈ ദൈവത്തെ അനുവിശ്വസിച്ചെങ്കിൽ കുടുംബം മൊത്തം ഒറ്റപ്പെടുത്തിയാലും, നാട്ടുകാരും വീട്ടുകാരും സഭയും ദേശവും സമൂഹവും രക്തബന്ധുക്കളും പോകുന്നിടത്തുള്ള എല്ലായിടത്തും സകലതി ഒറ്റപ്പെടുത്തിയാലും, നിന്നെ ചേർത്ത് പിടിച്ച് നിന്നെ അവസാനം വരെയും അതിനുശേഷവും വരുന്ന ദൈവത്തെ കണ്ടാൽ നീ ആരാധിക്കുന്നതെങ്കിൽ നിനക്ക് തെറ്റുപറ്റിയിട്ടില്ല.
അതല്ല എങ്കിൽ പൈതലെ നീ വീഴും ഉറപ്പാ, നീ വീഴും ഉറപ്പാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വേറൊന്നും കൊണ്ടല്ല വരുന്നത്, മനസ്സിലായോ? അങ്ങനെ ഒന്ന് ആരാധിച്ച ആരാധന ദൈവം പ്രസാദിക്കത്തില്ല. നീ യേശു ആരെന്ന് കണ്ട് ആരാധിച്ച, വിളിച്ച വിളിയാ നോക്കി ആരാധിക്കോ. എൻ്റെ ഇന്ന ആൾ ഇന്ന പള്ളിയിലാണ്, അതുകൊണ്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. എൻ്റെ ഇന്ന ബന്ധു ഈ പള്ളിയിലാണ്, അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ ഇന്ന ആള് ഈ പള്ളിക്കകത്താണ്, അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് ഇന്ന കൂട്ടുകാർ ഈ പള്ളിക്കകത്താണ്, അതുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ വന്ന പോക്ക വഴിയിൽ വീഴും. പക്ഷേ യേശുവിനെ കണ്ടിട്ടാണ് ആരാധിക്കുന്നെങ്കിൽ, ഓ ഓ ഓ, യേശുവിനെ കണ്ടിട്ട് എത്ര പേര് ആരാധിക്കുന്നുണ്ട് സ്നേഹിതരെ? ഞാൻ പറയാം, നിന്നെ ആര് തകർക്കാൻ നോക്കിയാലും നീ വീഴത്തില്ല. കാരണം നീ നോക്കുന്ന ദൈവത്തെയാ, നീ നോക്കുന്ന മനുഷ്യനല്ല, നീ നോക്കുന്ന ലോകത്തെയല്ല, നീ നോക്കുന്ന നാട്ടുകാരല്ല, നീ നോക്കുന്ന മനുഷ്യനല്ല. ഹല്ലേലൂയ, നീ ദൈവത്തെ നോക്കിയാണ് ആരാധിക്കുന്നെങ്കിൽ, ജീവിക്കുന്നെങ്കിൽ ആമേൻ, തളരത്തില്ല. നമ്മൾ പലപ്പോഴും തളർന്നു പോകേണ്ട കാരണം എന്താണെന്നറിയുമോ? നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്നും ആരെ കണ്ടെന്നും ആരെ കണ്ടിട്ടാണ് ആരാധിക്കുന്നതെന്നുള്ള ഒരു അറിവില്ല. സ്തോത്രം. അറിഞ്ഞു വേണം ആരാധിക്കുക. എങ്ങനെ ആരാധിക്കണം? ആരുടെ അടുത്താണ് വന്നതെന്നുള്ള അറിവ് വേണം. പള്ളിക്കകത്ത് ഞാൻ ആരുടെ അടുത്താണ് വന്നതെന്നുള്ള, ഞാൻ ആരുടെ മുമ്പിലാണ് വന്നിരിക്കുന്നതെന്നുള്ള അറിവുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യനിൽ ആശ്രയിക്കത്തില്ല. പിന്നെ ആരിൽ ആശ്രയിക്കും? വേദപുസ്തകം പറയുന്ന മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നമ്മൾ മനുഷ്യനിൽ ആശ്രയിച്ചു പോകും. അവസാനം എന്ത് ചെയ്യും? അവിടെ കിടന്ന് തകർന്ന് തരിപ്പണമായി നശിച്ചു പോകാനിടയായി തീരും. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചാലോ, മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി, മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി, ദൈവത്തിൽ അത് ഒന്നാണെനിക്ക ഭയം. ഓഹോ, ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണെനിക്ക ഭയം. ഓഹോ, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്ന കൃപ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും സിയോൻ യാത്രയാതി മനമേ ഭയമൊന്നു വേണ്ടിയും. ഹല്ലേലൂയ. കർത്താവിനെയാണ് ഒരാൾ കണ്ട് ആരാധിക്കുന്നതെങ്കിൽ ആ വ്യക്തി പീഠത്തിൽ. അപ്പോസ്തലൻ കണ്ടത് ദമസ്കോസിൽ വെച്ച് മനുഷ്യനല്ല, കൂടെ വന്നവരെയല്ല, ഉയരത്തിലിരിക്കുന്ന സർവശക്തനെ കണ്ടങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. അയാൾ പറയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. അടുത്തവർ വായിച്ചേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. നോക്കിയേ, ഈ ലോകത്തിലുള്ള ആരും ഈ ഉപനിധിയെ ലിസ്റ്റിൽ പെടത്തില്ല. ആര് മാത്രമേ ഉള്ളൂ? യേശു ക്രിസ്തു. അവൻ എൻ്റെ ഉപനിധി. അടുത്ത വരി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ഉണ്ടോ? ഏത് ദിവസം വരെ? ആ ദിവസം വരെ, അപ്പൻ്റെ അടുക്കലെത്തും വരെ. ഈ ഭൂമിയിലെ ജീവിതം മാത്രമല്ല, അതിന് ശേഷവും നമ്മളെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ കണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ആരാധിക്കുന്നതെങ്കിൽ നമ്മളെ വീഴാൻ ദൈവം വിടത്തില്ല, തകരാൻ ദൈവം വിടത്തില്ല. ഓരോ സ്ഥലങ്ങളിലും ദൈവം നമ്മളെ ശക്തീകരിച്ച്, ദൈവം നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന്, ദൈവം നമ്മളെ സ്വപ്നത്തിലൂടെ അഭിഷേകം തന്ന്, ദൈവം നമ്മളെ നടക്കുമ്പോൾ കൃപ നൽകി, കർത്താവ് ഓരോ സെക്കൻഡിലും, ഓരോ രാത്രികളിലും, ഓരോ പകലുകളിലും അപ്പൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരുന്നത് വരെയും നമ്മളെ നടത്തുവാൻ യേശു വിശ്വസ്തനാണ്. ഒരിടത്ത് മാറിപ്പോകുന്നവനല്ല. ഏത് ഗുഹയ്ക്കകത്തും, ഏത് കൊട്ടാരത്തിനകത്തും, ഏത് കുടിലിനകത്തും, ഏത് ഷെഡിനകത്തും, ഏത് രാത്രിയും, ഏത് പകലിലും, എവിടെയും ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരാളെ ഉള്ളൂ. അതാരാണ്? യേശു ക്രിസ്തു. കർത്താവിനെ കണ്ടു വേണം ആരാധിക്കുക. അപ്പോസ്തലൻ അത് കണ്ട് ആരാധിച്ചുകൊണ്ട് എന്ത് ചെയ്തില്ല? തകർന്നില്ല. ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ വാക്യം വായിക്കുമ്പോൾ നമ്മൾ യേശുവിനെ കണ്ടു വേണം എന്ത് ചെയ്യാൻ? ആരാധിക്കാൻ. മനുഷ്യനെ കണ്ട് ആരാധിച്ചാൽ വീഴും. മനുഷ്യനെ കണ്ട് ആണ് സ്വത്രം നമ്മളെ സഭയിൽ വന്നാൽ വീഴും. മനുഷ്യനെ കണ്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ വീഴും. മനുഷ്യനെ കണ്ടാണ് ഒരു ശുശ്രൂഷ ചെയ്താൽ വീഴും. മനുഷ്യനെ കണ്ടാണ് ഒരു കാര്യം, ഏത് കാര്യമാവട്ടെ, ആത്മീക മണ്ഡലത്തിലാകട്ടെ, ലോകത്തുള്ള ഏത് കാര്യമാവട്ടെ, യേശുവിനെ കാണാതെയാണ് ഒരു കാര്യം ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ട് വീഴും. പക്ഷെ യേശുവിനെ കണ്ടിട്ടാണെങ്കിൽ വീഴാൻ ദൈവം വിടത്തില്ല. കാരണം വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം മുതൽ.
നിങ്ങളുടെ അരകെട്ടിയും നിങ്ങളുടെ അരക്കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. വിളക്ക് കർത്താവിനെ കണ്ട് ആരാധിക്കാൻ ഇറങ്ങിയ പൈതൽ നിന്റെ ആര എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. മനുഷ്യനെ കണ്ട് പേടിക്കരുത്. നിന്റെ ആര ഇളകി പോകല്. അത് ബലം ധരിച്ചോളണം. ഹല്ലേലൂയ. സത്യം ആരൊക്കെ കെട്ടിക്കൊള്ളണം. നീതി എന്ന കവചം ധരിച്ചോളണം. എഫേസ്യർ ലേഖനത്തിനകത്തുണ്ട്. അപ്പൊ സ്തോത്രം. അപ്പൊ ഈ വചനത്തിൽ പറയുന്നു, വായിച്ചു ഒന്നുകൂടെ, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. ഇരുട്ടിന്റെ അംശം പോലും ഇല്ലാതെ വണ്ണം അഭിഷേകത്താൽ നിറഞ്ഞ് ഓരോ സെക്കൻഡും ആത്മാവിൽ ജ്വലിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. ഇരുട്ടെന്ന പാവം നമ്മളെ പിടിക്കാതെ, ഹല്ലേലൂയ, ഇരുട്ടെന്ന പാവം നമ്മളെ പിടിക്കാൻ വിട്ടുകൊടുക്കാതെ, പാവത്തിന്റെ ഒന്നിലേക്ക് വീണു കൊടുക്കാതെ, ക്രിസ്തുവിന്റെ ശക്തിയാൽ നിറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്ക് ശക്തി തരട്ടെ. ഹല്ലേലൂയ. ദൈവത്തെയാണ് നോക്കുന്നതെങ്കിൽ ദൈവം ഇതിനെല്ലാം കൃപ നമുക്ക് തരാനായിട്ട് എഴുതി. ദൈവത്തെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നോക്കാൻ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. നമ്മൾ കർത്താവിനെയാണ് വിശ്വസിക്കുക. ബാക്കിയെല്ലാം ആരും നോക്കിക്കോളും സ്നേഹിതരെ. യേശുപ്പച്ചൻ തന്നെ നമ്മളെ നോക്കിക്കോളും. വായിച്ച് ഈ വാക്യം വായിച്ച്, നിങ്ങളുടെ അരകട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. അടുത്ത് യജമാനൻ കല്യാണത്തിന് പോയി. എന്തിനു വേണ്ടിയാണ് അര കെട്ടേണ്ടത്, വിളക്ക് കത്തേണ്ടത്? എന്തിനു വേണ്ടിയാണ്? കല്യാണത്തിന് പോയിട്ട് വന്ന് എപ്പോൾ വന്ന് മുട്ടിയാലും തുറന്നു കൊടുക്കാൻ വേണ്ടിയാണ് ഇത് രണ്ടും വേണ്ടത്. അര കെട്ടണം, വിളക്ക് കത്തണം. അടുത്തവർ വായിച്ച് യജമാനൻ കല്യാണത്തിന് പോയി. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന്. എപ്പോ കൊടുക്കണം? അരമണിക്കൂർ കഴിഞ്ഞിട്ടല്ല. പിന്നെ മുട്ടി ഇടിച്ച് അങ്ങനെയല്ല. പിന്നെ അന്ന് മുട്ടി ഉടനെ. അർത്ഥം എന്താ? അത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. എങ്ങനെ ഇരിക്കുന്നു? അത്രയ്ക്ക് ഒരുങ്ങി കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. മധ്യാകാശമണിയറയിൽ കാന്തനുമായി വേളി ചെയ്യുവാൻ. മധ്യാകാശമണിയറയിൽ കാന്തനുമായി വേളി ചെയ്യുവാൻ. യേശു എൻ്റെ അടിസ്ഥാനം, ആശ്രയം അവനിലത്രേ. യേശു എൻ്റെ അടിസ്ഥാനം, ആശ്രയം അവനിലത്രേ. അവൻ എന്നെ വഴി നടത്തു അലയാതെ മരുഭൂമിയിൽ. അവൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. യേശു എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. ഓ യേശു എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായി. ഇതാണ് മണവാട്ടി, കാത്തു നിൽക്കുന്ന ആള്. എപ്പോഴും വന്നാലും കർത്താവ് വന്നാലും കയറിപ്പോകാൻ എങ്ങനെ നിൽക്കുക? കാത്തു നിൽക്കുക. കാത്ത് എപ്പോൾ വരും? നമ്മൾ കാത്തിരിക്കുന്ന ആരെയാണ്? നമ്മൾ ആരെയാണ് കാത്തിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച വിഷയങ്ങൾ വരുന്നു നോക്കാനല്ലേ കാത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ മണവാട്ടി അതല്ല, മണവാളം വരുന്നു എന്നാണ്. നമ്മൾ കാത്തിരിക്കുന്നത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനിവിടെ പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ കാത്തിരിക്കും. പക്ഷെ മണവാട്ടി കാത്തിരിക്കുന്നത് ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിനുമല്ല, തൻ്റെ മണവാളൻ വരുന്നുണ്ടോ. ഓ ജീസസ്, ഹല്ലേലൂയ, ആമേൻ. മണവാളനെ കാത്തിരിക്കുന്ന ഒരു പൈതലെ ഒരിക്കൽ ലജ്ജിക്കാൻ ദൈവം വിടത്തില്ല. ആമേൻ. വായിച്ചേ. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി. എങ്ങനെ ഇരിക്കണം? 1, അര കെട്ടണം, വിളക്ക് കത്തണം. 3, എങ്ങനെ ഇരിക്കണം? എങ്ങനെ ഇരിക്കണം? ഒന്നുകൂടെ. ഉണർന്നവരായി. എങ്ങനെ? ഉറങ്ങുന്നവരായിട്ടല്ല, ഉണർന്നവരായി. അര കെട്ടണം, വിളക്ക് കത്തണം, ഉണർന്നിരിക്കണം. അടുത്ത വരി. ഉണർന്നിരിക്കുന്നവരെ കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ള ദാസന്മാർ. ദാസൻ എന്തോ ആണെന്നുള്ള ആളല്ല, ദാസൻ. എപ്പോഴും താന്ന് കിടക്കുന്ന ഒരാളാണ് ദാസൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട്, അപ്പാ അങ്ങയുടെ കൃപയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ആ ദൈവസാന്നിധ്യത്തിൽ ആശ്രയിച്ച് കിടക്കുന്ന ഒരാളാണ് ദാസൻ. അയാൾക്ക് പറയാൻ വലിപ്പ ചെറുപ്പം ഒന്നുമില്ല. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന്. വേറെ ഒന്നും പറയത്തില്ല. അരകെട്ടും, ആരെയും നോക്കത്തില്ല. ഒരാളിനെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. അവരകെട്ടുകയും ചെയ്യും, വിളക്ക് കത്തുകയും ചെയ്യും, ഉണർന്നിരിക്കുകയും ചെയ്യും. മനുഷ്യനെ നോക്കി ഇറങ്ങിയവർ അവർ വരുന്നോ നോക്കും, എങ്കിലേ അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തെ നോക്കുന്നവർക്ക് ആര് വന്നു ആര് വന്നില്ലെന്നല്ല,
ഞാൻ എൻ്റെ അപ്പനെ കണ്ടോന്നാണ്. ഞാൻ പള്ളി വന്നിട്ട് യേശുവിനെ കണ്ടോന്നാണ്. ഞാൻ യേശുവിനെ കണ്ടോന്നാണ്. യേശുവിനെ കണ്ടോന്നാണ്. ഇന്ന് എത്ര പേര് യേശുവിനെ കണ്ടു സ്നേഹിതരെ? ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അരകെട്ടി അവർ പട്ടണത്തിന് എത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷിക്കുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അടുത്ത വരി. അവൻ രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാമതിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. മണവാട്ടിക്ക് മാത്രമേ ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റുമെന്ന്. മണവാട്ടി ഓരോ സെക്കൻഡ് തങ്ങളെ തന്നെ ശോധന ചെയ്ത് കുറവ് ഉണർന്ന് തെറ്റുണർന്ന് പാവങ്ങളെ ഉണർന്ന് എപ്പോഴും തങ്ങളെ തന്നെ ക്രിസ്തുവിനാൽ അലങ്കരിച്ച് എങ്ങനെ തങ്ങളെ തന്നെ ആരാൽ അലങ്കരിച്ച്? നമ്മൾ അലങ്കരിക്കുന്ന ലോകമല്ലേ. പക്ഷേ മണവാട്ടി അലങ്കരിക്കുന്നത് ആരെയാ? ആരെ അലങ്കരിക്കുന്നത്? യേശുപ്പനെ. സ്തോത്രം. ആരെ അലങ്കരിക്കും? യേശുവിനെ അലങ്കരിക്കും. വായിച്ചേ. കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തന്റെ വീട് തുറപ്പാൻ സമ്മതിക്കയില്ല എന്നറിവീൻ. അടുത്ത് നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട്. മനുഷ്യപുത്രൻ വരും. എപ്പോ വരുമെന്ന് അറിയത്തില്ല. നനയാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് മനുഷ്യപുത്രൻ വരും. അടുത്ത് നിങ്ങളും ഒരുങ്ങിയിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? എങ്ങനെ വേണം? അര കെട്ടണം, വിളക്ക് കത്തിയിരിക്കണം, പിന്നെ ഉണർന്നിരിക്കണം. അര കെട്ടണം, വിളക്ക് കത്തിയിരിക്കണം, ഉണർന്നിരിക്കണം. വെളിച്ചം പോവല്ലേ, ഇരുട്ടാകല്ലേ, ഒട്ടും ഇരുട്ടാകല്ലേ. ഉറങ്ങരുത്, അര കെട്ടിക്കൊള്ളണം. യജമാനൻ വരുമ്പോൾ കയറി പോകാനുള്ള ശക്തിയോടെ വേണമിരിക്കാൻ. കണ്ടോ, എപ്പോൾ വന്നാലും, ഏത് രാത്രി വന്നാലും, ഏത് പകല് വന്നാലും, കളങ്കമില്ലാത്തൊരു മണവാട്ടിയായി ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് വേണം തന്റെ പൈതൽ കാത്തിരിക്കാൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. കർത്താവേ, ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിനെ. പത്രോസ്, ശിഷ്യന്മാരൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് ഇതൊക്കെ. എല്ലാവർക്കും മറുപടി ചോദിക്കാൻ തോന്നിയില്ല, പക്ഷെ പത്രോസ് ചോദിച്ചു. അടുത്ത വരി. കർത്താവ് പറഞ്ഞത് തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിനെ യജമാനൻ തന്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തൻ ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആർ. വിശ്വസ്തന് ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആർ. അടുത്ത വരി. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അങ്ങനെ ചെയ്ത് കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. യജമാനൻ വരുമ്പോൾ വിശ്വസ്തയോടിരിക്കുന്ന പൈതലാണ് ആര്? കർത്താവ്, എനിക്കിന്ന് വയ്യെന്നല്ല, പിന്നെ അപ്പാ, ഏത് പ്രതികൂലങ്ങളുണ്ടെങ്കിലും അപ്പച്ചൻ തരുന്ന പീരീഡ്, അപ്പച്ചൻ തരുന്ന കാലഘട്ടം വിശ്വസ്തതയോടെ വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു. നിൻ പാതേ നടന്നിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. എത്രയൊക്കെ ആഗ്രഹമുണ്ടപ്പാ വിശ്വസ്തയോടെ ജീവിക്കാൻ. എവിടെ ആക്കുമ്പോഴും ആക്കുന്ന സ്ഥലത്ത് യജമാനന്റെ മുൻപിൽ ഒരു വിശ്വസ്ത പാത്രമായി ജീവിക്കാൻ. കർത്താവ് ഏൽപ്പിക്കുന്നതിനെ വിശ്വസ്തയോടെ ചെയ്യാൻ, ഭയത്തോടെ ചെയ്യാൻ, സ്വർഗത്തിലേതാണെന്ന് ഓർത്തുകൊണ്ട് ചെയ്യാൻ, പേടിയോടെ ചെയ്യാൻ, വിറയലോടെ ചെയ്യാൻ. അപ്പാ, അങ്ങയുടെ ശക്തി എനിക്ക് തരണമേ. ഹല്ലേലൂയ. വായിച്ചേ. അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരനാക്കി. ഒന്നുകൂടെ ബാക്കി ഒന്നുകൂടെ വായിച്ചേ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരനാക്കി വയ്ക്കും എന്ന് ഞാൻ. അങ്ങനെയുള്ളവർ എവിടെ പോകുന്ന അറിയാമോ? ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 29 മുതൽ 29-30 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നു കൊടുക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. കണ്ടോ, കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തതയോടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്നതെല്ലാം വിശ്വസ്തതയോടെ, ഭയത്തോടെ, സ്വർഗത്തിലെ ഡ്യൂട്ടിയായി, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു ദാസനായി, ദാസിയായി, വിശ്വസ്തതയോടെ. എങ്ങനെ? അരകെട്ടിയും വിളക്ക് കത്തിയും ഉണർന്നും ഇരുന്ന് കർത്താവിൻ്റെ മഹത്വമായി നിന്നാൽ കർത്താവ് നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കർത്താവ് മറക്കുന്ന ദൈവമല്ല, മാറുന്ന ദൈവവും അല്ല. അപ്പോൾ സ്തോത്രം.
അത് വായിക്കണ്ട, അപ്പോൾ ഞാൻ വായിച്ചല്ലോ. അടുത്ത വാക്യം വായിച്ചേ, നേരത്തെ വായിക്കാൻ അടിച്ച വാക്യം വായിച്ചേ. യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ്. യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് കണ്ടോ. വിശ്വസ്തത വേണം ദൈവത്തിന്. ഇപ്പം എങ്ങനെ വേണം? വിശ്വസ്തത വേണം. കർത്താവ് നമ്മളെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അതിലൊക്കെ എന്ത് വേണം? വിശ്വസ്തത വേണം. എല്ലാത്തിലും എല്ലായിടത്തും വിശ്വസ്തത വേണം. ഏത് കാര്യമാകുമ്പോഴും ഞാൻ പറയാം, ഈ ഭൂമിയിൽ നമുക്ക് നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന ഏത് കാര്യമായിരുന്നാലും ശരി, അതിലെന്ത് വേണം? കറക്റ്റ് വിശ്വസ്തത വേണം. കാരണം എന്താ? സ്വർഗത്തിലതാകയാൽ മാത്രമല്ല, ഇതെല്ലാം കണക്കുള്ളതാകയാൽ എന്ത് വേണം സ്നേഹിതരെ? വിശ്വസ്തത വേണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ലൂക്കോസ് 19:17 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ, അവൻ അവരോട് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ ആയതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു. കണ്ടോ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു. കർത്താവ് ഏൽപ്പിക്കുന്നതിൽ വിശ്വസ്തതയോടെ പോയാൽ ബാക്കി ആരും നോക്കും സ്നേഹിതരെ? യേശു അപ്പച്ചൻ നോക്കേണ്ടത് യേശു അപ്പച്ചൻ നോക്കും. ഇനി നേരത്തെ വായിച്ചതിൻ്റെ അടുത്ത ഭാഗം വായിച്ചേ. യജമാൻ താമസിച്ചേ വരികയുള്ളൂ. ചിലരങ്ങനെയല്ല, കർത്താവിന് വേണ്ടിയൊക്കെ ചാടിയൊക്കെ ഇറങ്ങും. പക്ഷേ 5 ദിവസമൊക്കെ നോക്കിയിട്ട് രക്ഷയില്ലെന്ന് കണ്ട അവരെ ഇഷ്ടം പോലെയൊക്കെ പിന്നെ ഇനി മിച്ചം വല്ല സമയം ഉണ്ടെങ്കിൽ 2 വരി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങും. അത്രയേ ഉള്ളൂ. മിച്ചം ഉണ്ടെങ്കിൽ കിടക്കാൻ നേരമാകുമ്പോൾ, ഉറങ്ങാൻ നേരമാകുമ്പോൾ എല്ലാം കഴിഞ്ഞ് വയറും നിറഞ്ഞ് പിന്നെ എമ്പക്കവും വിട്ട് അതും കഴിഞ്ഞ് മിച്ചം ഉണ്ടെങ്കിൽ, ഉറങ്ങുന്നതിന് മുമ്പ് അതും കഴിഞ്ഞ് മിച്ചം ഉണ്ടെങ്കിൽ, എങ്ങനെ എല്ലാം കഴിഞ്ഞ് മിച്ചം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 സെക്കൻഡോ വല്ലതും, കർത്താവേ ഞാൻ നിങ്ങൾക്ക് ഉറങ്ങാൻ പോവുകയാണ്, സ്വപ്നമൊന്നും കാണാതെ എന്നെ സൂക്ഷിക്കണമേ. അത് എന്നെ വിശ്വസ്തത. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളെ വിശ്വസ്തത എങ്ങനെയാണെന്നൊന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഒന്നുകൂടെ ഇപ്പോൾ വായിച്ച വരി. യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന്. 5 ദിവസമൊക്കെ ഭയങ്കര തീയായിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ തീയുമില്ല, കത്തലില്ല, ചാടി ഒരു വെപ്രാളുണ്ട്. ആദ്യത്തെ ഒരു പെടയിൽ ഒരു വെപ്രാളവും, പിന്നെ അത് കഴിഞ്ഞാൽ പെടയിലും ഇല്ല, വെപ്രാളമില്ല, ഒന്നുമില്ല. അടുത്ത വരി വായിച്ചേ. ഹൃദയത്തിൽ പറഞ്ഞ് കുറേ ദിവസം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇനിയിപ്പം ഇതുവരെ എന്തെങ്കിലും വന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒന്നും നടന്നില്ലല്ലോ, ഇനി എന്തിന്? കണ്ടോ, കർത്താവിനെ നോക്കിയല്ല അയാളുടെ ആരാധന. അടുത്ത വരി വായിച്ചേ. ബാല്യക്കാരി നിർത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവൂ, അല്ലാതെ അറിയത്തില്ല. അല്ലാതെ നോക്കുമ്പോൾ മൈക്കുണ്ട്, ബോക്സ് ഉണ്ട്, ആംപ്ലിഫയറുണ്ട്, കീബോർഡുണ്ട്, പള്ളിയുണ്ട്, എന്തോന്ന് കുറവ് ഇല്ലേ? ഇതല്ലേ ചിന്തിക്കുന്നേ? സ്വർഗത്തിലെ ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് സ്വർഗത്തിലെ ഡ്യൂട്ടി? ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് ട്രാക്ടറും കൊടുത്ത് വിസിറ്റിംഗ് ചെയ്ത് ദേശങ്ങളിലെല്ലാം ഇറങ്ങിയിട്ട് ഞാൻ ചീത്തം വിളിച്ച് മോഷ്ടിച്ച് കള്ളം പറഞ്ഞ് ആൾക്കാരുടെ അടി ഉണ്ടാക്കിയിട്ട് വീണ്ടും ചെന്ന് ട്രാക്ടർ കൊടുക്കാൻ പോയാൽ എന്നെ ആൾക്കാർ തല്ലുവോ അതോ എന്നെ ഉപദ്രവിക്കുമോ? നിങ്ങൾ പറ. ഇനി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമം ഞാൻ കാരണം എന്ത് ചെയ്യും? നമുക്കൊരു സാക്ഷ്യം വേണം. അപ്പോൾ ചോദിക്കും, നമ്മളെല്ലാവരും തികഞ്ഞവരല്ല, കുറവുള്ളവരാണ്, ബലഹീനരാണ്. അപ്പോസ്തലനെ ദൈവം വിളിച്ചു. അവസാനം വരെ ആ മനുഷ്യനെ പണിത് അത്രയും താഴ്ത്തിയിട്ട് പണിത് കർത്താവിൻ്റെ ആ നിത്യത വരെയും ഡ്യൂട്ടി വേല തികയ്ക്കുന്നവരെയും പണിതുകൊണ്ടിരുന്നു. പണി തീർത്തല്ല അപ്പോസ്തലൻ എടുത്തത്, പിന്നെയോ ആ മനുഷ്യനെ പണിതുകൊണ്ടേയിരുന്നു. അത് ആ പണി പൂർത്തീകരിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തും വരെയും ആ പാദം ചുംബിച്ചുകൊണ്ട്, അപ്പാ യേശുവേ നിന്തിരു പാദം നമിച്ചേ, നീ മതിയേ, എപ്പോഴും അങ്ങേ പാടി സ്തുതിച്ചാൽ ആനന്ദമേ, എപ്പോഴും അങ്ങേ പാടി സ്തുതിച്ചാൽ ആനന്ദമേ, ഉന്നതനേ യേശുനാഥ ആരാധന ഉന്നതനേ യേശുനാഥ ആരാധന ഹല്ലേലൂയ. നമുക്കൊരു സാക്ഷ്യമില്ലെങ്കിൽ ഞാൻ തോന്നിയ ദിവസം പോലെ ഒത്തിരി ചീത്തയൊക്കെ വിളിച്ച് കർത്താവിനെ പ്രസംഗിക്കുകയും പാടുകയും ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനൊക്കെ പോയിട്ട് ഞാൻ മുഴുത്ത ചീത്തയും വിളിച്ച് ദൈവത്തെ ആരാധിക്കാനും മടിച്ച് മോശം വാക്കുകളും ഈ വാവുകൊണ്ട് പറഞ്ഞിട്ട്
ട്രാക്ടർ കൊണ്ടോ പ്രാർത്ഥിക്കാനും ഞാൻ കയറുമ്പോൾ നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങൾ എന്നെ അംഗീകരിക്കുമോ? നിങ്ങൾ എന്നെ വിരട്ടുമോ? പറ നിങ്ങൾ എന്നെ അംഗീകരിക്കുമോ വിരട്ടുമോ? മാത്രമല്ല, എന്നെ കാണുന്ന കണ്ണിലെ ബാക്കി വിശുദ്ധന്മാരായ ദൈവവേലക്കാർ വന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിയാണോ തെറ്റാണോ? അപ്പോൾ ദൈവനാമം എന്തു ചെയ്യും? നമ്മളെ ജീവൻ പോയാലും നമ്മൾ ആൾക്കാർ കൊന്നാലും കുഴപ്പമില്ല, സാക്ഷ്യം സൂക്ഷിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. കർത്താവ് പറഞ്ഞു, കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടാൻ അധികാരമുള്ളവനെ ഭയപ്പെടണം. നമ്മൾ ഭയപ്പെടേണ്ടത് ലൂക്കോസ് 12:5 ഞാൻ ആരെ ഭയപ്പെടണമെന്ന് നിങ്ങൾ കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടും. അവർക്ക് കൊല്ലാൻ മാത്രമേ പറ്റൂ. നരകത്തിൽ തള്ളിയിടാൻ അധികാരം മനുഷ്യനില്ല, പറ്റത്തില്ല. കൊല്ലാം, ചിലപ്പോൾ ഉപദ്രവിച്ച് കൊന്നെന്ന് വരാം. ഞാൻ പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നതാണ്, കർത്താവേ, അപ്പച്ചനെ ഏൽപ്പിക്കുന്നത് ശ്വാസം പോകുന്നവരെ വിശ്വസ്തയോടെ ഒന്ന് ചെയ്യാനുള്ളൊരു കൃപ അപ്പച്ചൻ തന്നാലേ എനിക്കുള്ളൂ. അപ്പച്ചൻ എന്താണോ ഏൽപ്പിക്കുന്നത് അത് വിശ്വസ്തയോടെ, മനുഷ്യനെ നോക്കിക്കൊണ്ടല്ല, ലോകത്തെ നോക്കിക്കൊണ്ടല്ല, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ, വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ, വരികയില്ല അവനെന്നെ പിരികയില്ല. വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു, വരികയില്ല അവനെന്നെ പിരികയില്ല. വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമ എനിക്കേസുണ്ട്, മറച്ചിടുവനെന്നെ ചിറകടിയിൽ. മറന്നിടാതിരിടെന്നെ കരുതിയിടുവാ, മാറാതെ അവരെൻ്റെ അരികിലുണ്ട്. മറന്നിടാതിരിടെന്നെ കരുതിയിടുവാ, മാറാതെ അവനെൻ്റെ അരികിലുണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവം ഒരാളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച ദൈവം അന്ത്യം വരെ നടത്തുവാൻ വിശ്വസ്തനാണ്. പക്ഷെ വിളി കേട്ട ഞാൻ വിശ്വസ്തയോടെ ദൈവഭയത്തോടെ സാക്ഷ്യം സൂക്ഷിക്കാൻ ദൈവഭാഗത്തിൽ വീണ് എന്നെ തന്നെ താഴ്ത്തി ഓരോ സെക്കൻഡും അപ്പൻ്റെ പാദത്തിലപ്പാ, എൻ്റെ ശക്തി, എനിക്ക് ശക്തിയില്ല, അങ്ങയുടെ ശക്തി എനിക്ക് തന്ന് അങ്ങയുടെ ആത്മാവിനെ നിറച്ച് എന്നെ നടത്തണമെന്നുള്ളൊരു പ്രാർത്ഥനയോടെ ആ പാദം ചുംബിച്ചുകൊണ്ട് പോയാൽ ഞാനല്ല, എന്നിൽ എൻ്റെ ക്രിസ്തു നിറയുകയും അപ്പൻ്റെ ശക്തിയെ പകരുകയും, എനിക്ക് ബലമില്ലെന്ന് എൻ്റെ അപ്പനറിയാം, അപ്പൻ്റെ കൃപ പകരുകയും, ഓരോ നാളും എല്ലായിടത്തും പലരും മാറ്റിവിടുമ്പോഴും മാറ്റിവിടാതെ ചേർത്ത് പിടിച്ചിട്ട്, മക്കളെ ഞാനുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ എൻ്റെ നീതിയുള്ള വലം കയ്യിൽ താങ്ങും. ദൈവത്തിന് സ്തോത്രം. നമ്മളെ വിളിച്ച ദൈവം താങ്ങുന്ന ദൈവമാണ്. പക്ഷെ വിശ്വസ്തയോടെ ഏൽപ്പിക്കപ്പെട്ട കാര്യം ജീവിക്കുന്ന കാലം, ജീവൻ പോകും വരെ മനുഷ്യനെ നോക്കി നിൽക്കരുത്, പോക്കാണ്. ലോകത്തെ നോക്കി നിൽക്കരുത്, വീഴും, ഉറപ്പാണ്. ദൈവം ഇല്ലാത്ത ഒരാളായി മാറും. യേശുവിനെ നോക്കി ജീവിച്ചാൽ, കർത്താവ് ആരാണെന്ന് കണ്ടാൽ, കർത്താവിന്റെ വലിപ്പം കണ്ട് ആരാധിച്ചാൽ, കർത്താവിന്റെ ശക്തി കണ്ട് ആരാധിച്ചാൽ, കർത്താവിന്റെ തേജസ് കണ്ട് ആരാധിച്ചാൽ, കർത്താവിന്റെ മുഖം കണ്ട് ആരാധിച്ചാൽ, ആ പൈതൽ ഒരിക്കലും തകരുകയില്ല, ഒരിക്കലും വീടെന്ന വിടുകയില്ല. എൻ്റെ ദൈവം കൈവിടുകയില്ല, എൻ്റെ ദൈവം ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ബാക്കി ഒന്നുകൂടെ വായിച്ചേ. അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് അവിശ്വാസികളുടെ കൂടെ പങ്കു കൽപ്പിക്കുകയും കണ്ടോ, ദൈവം വിളിച്ച് വേർതിരിച്ച ദാസനാണ്. വീട്ടുകാർ പറഞ്ഞു, കർത്താവിനെയൊക്കെ പ്രസംഗിച്ച് പ്രാർത്ഥിച്ച് ട്രാക്ടറൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പം ഇങ്ങനെ ചീത്തവിളിയും വെട്ടും അടിയാണോ? മോശം വാക്കാണോ? കള്ളമാണോ? കപടമാണോ? പരിഹസിക്കലാണോ? ദുഷിക്കലാണോ? ദൈവനാമത്തിനെതിരായാണോ സംസാരം? ദൈവ ശുശ്രൂഷകർക്കെതിരായാണോ സംസാരം? വീട്ടുകാർ പറയാൻ തുടങ്ങി. അടുത്ത നാട്ടുകാർ പറയുന്നു, നീ ബന്ധക്കോസിൽ പോയിട്ട് നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പം പിന്നെ നമുക്ക് പുറത്തെങ്ങനെ ഇറങ്ങാൻ പറ്റും? പിന്നെ ചെയ്യാം. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ പാദത്തിൽ വീണ് കിടക്കാം. ബാക്കി ദൈവം നമ്മളെ പുറത്ത് കൊണ്ടുവരുന്നെങ്കിൽ, അങ്ങനെ ആയിപ്പോയാൽ കൊണ്ടുവരുന്നവരെ കാത്തു കിടക്കാം. ഭയങ്കര ബലമൊക്കെ വരും, ഭയങ്കര ഒരു ആത്മാവൊക്കെ കയറും, എല്ലാത്തിനുള്ളൊരു ആത്മാവൊക്കെ അപ്പം വരും. ദൈവത്തിൻ്റെ ആത്മാവായിരിക്കത്തില്ല, കീഴടങ്ങുന്ന ആത്മാവല്ല അത് ചാടിക്കയറി ഓടുന്ന ആത്മാവാണ്. അത് ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഓടിയെന്ന് വരും. കർത്താവ് പറയും, എനിക്ക് നിന്നെ അറിയത്തില്ല. വീണ് കിടന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഒരുപക്ഷെ കർത്താവ് കയ്യിലെടുക്കും. അതുവരെ എവിടെ കിടക്കണം? പാദത്തിൽ കിടക്കണം. അതുകൊണ്ട് നമ്മളെ സാക്ഷ്യം നഷ്ടപ്പെടാതെയും നമ്മളെ വായിലും ദൈവത്തിന് ഹിതമല്ലാത്തൊന്നും വരാതെയും ജീവൻ പോകുന്നവരെയും അപ്പനോട് ശക്തിയോടെ പ്രാർത്ഥിക്കണം. അപ്പച്ച,
അപ്പൻ്റെ നാമം ഞാൻ കാരണം ദുഷിക്കപ്പെടരുത്. അപ്പൻ്റെ വചനം പ്രസംഗിക്കുന്ന ആളാണ്, അപ്പൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ആളാണ്, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആളാണ്. ഞാൻ നിമിത്തം ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാനും പാടില്ല. ഞാൻ നിമിത്തം കർത്താവെ തൈലക്കാരൻ്റെ മുഴുവൻ തൈലവും നാറുമാറാക്കാൻ ഒറ്റ ഈച്ച മതി. സഭാപ്രസംഗി പുസ്തകത്തിനകത്തുണ്ട്, ഒറ്റ ഈച്ച മതി തൈലക്കാരൻ്റെ തൈലം മുഴുവൻ നാറുമാറാക്കും. ഞാൻ കാരണം കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടാനോ കർത്താവിൻ്റെ ഹിതത്തിന് അപ്പുറമായി നിൽക്കാനോ ദൈവമേ ഇടയാകല്ലപ്പ. അപ്പൻ എൻ്റെ ശ്വാസം പോകുന്നവരെയും അപ്പച്ചൻ്റെ അടുക്കൽ വരുന്നത് വരെയും അപ്പ കർത്താവിൻ്റെ കൃപ എൻ്റെ മേൽ പകരണേ. ആ കൃപ എന്നെ വാഴണമേ, ആ ശക്തി എന്നെ വാഴണമേ. സാഹചര്യങ്ങൾ എനിക്കെതിരാണപ്പ, സാധ്യതകൾ എനിക്കെതിരാണ്, പ്രശ്നങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്, പ്രതികൂലം എനിക്ക് ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ചുറ്റും നോക്കുമ്പോൾ പ്രശ്നം എങ്ങനെ എന്നെ മുക്കി തകർക്കാൻ നോക്കുകയാണ്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പ്രാണപ്രിയൻ എൻ്റെ എല്ലാമായിരിക്കാൻ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധിയാണെങ്കിൽ ആ ഉപനിധിയാകുന്ന കർത്താവ് ആ ദിവസം വരെ സൂക്ഷിക്കാൻ മതിയായ ദൈവം. ഹല്ലേലൂയ. മനുഷ്യനെ നോക്കല്ലേ, ലോകത്തെ നോക്കല്ലേ. എൻ്റെ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ മാത്രം നോക്കണം. ഹല്ലേലൂയ. അല്ല എങ്കിൽ നമ്മളെ സ്വത്ര അവസാനമാകുമ്പോൾ കർത്താവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളെ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, അവസാനം എവിടെ കൊണ്ടിടുമെന്ന് വായിച്ചേ. ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് അവിശ്വാസികളുടെ കൂടെ പങ്ക് കൽപ്പിക്കുകയും ചെയ്യും. ആരെ കൊടുത്ത് പങ്ക് കൽപ്പിക്കും? ഇത് ദൈവവചനം ഈ വചനം ദൈവ വേലക്കാർ പ്രസംഗിച്ച ചിലർ വിചാരിക്കും ഇത് ഞങ്ങളോടുള്ള വിരോധം കൊണ്ടാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ സഭ നിന്ന് ചാടി ഇറങ്ങി വേറൊരു സഭയെ ഓടി അവിടെ ചെയ്യാമല്ലോ, എനിക്ക് ഏത് പാപം ചെയ്തിട്ട് വേണോ ചാടി അങ്ങോടും. ഓടുമ്പം കർത്താവ് കണ്ടോണ്ടിരിക്കുകയല്ലേ, കർത്താവ് കൈ വിട്ടിട്ട് ദുരാത്മാവിനെ അങ്ങ് അയക്കും. ശൗലിൻ്റെ മേലെ ഏത് ആത്മാവ് വന്നു? ദൈവത്തിൻ്റെ ആത്മാവ് മാറിയിട്ട് ആരയച്ചു ദുരാത്മാവിനെ? ദൈവം അയച്ചു. ഇവിടെ കീഴടങ്ങേണ്ടതാണ്. നമ്മളെ ജീവിതത്തിനകത്തൊരു വീഴ്ച വന്നാൽ നമ്മൾ ചാടിക്കയറല്ലേ, പിന്നെ എന്ത് ചെയ്യണം? കീഴടങ്ങി ദൈവഭാഗത്ത് വീണ് കിടക്കണം. കാരണം നമ്മളെ രക്ഷിക്കുന്നതും വിടുവിക്കാനും ആർക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ കർത്താവിൻ്റെ മുമ്പ് കീഴടങ്ങേണ്ടതിന് പകരം ഇതിപ്പോൾ എന്നെ കുത്തിയാണ് പറയുന്നത്, അങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ചാട്ടമാണ് അടുത്ത ചർച്ചിനകത്തോട്ട് കാലം എടുത്തു വന്ന് വെച്ചു. അപ്പോൾ ഉണ്ട് പിശാചും അതിനേക്കാളും ഫ്രണ്ടിൽ കാലങ്ങ് വെച്ചു. ചാടി അവൻ കയറി. നിന്നെ എന്നെ കയ്യിൽ കിട്ട എത്ര ദിവസം കൊണ്ട് കാത്തിരുന്നു, വാ. കയറി ദുരാത്മാവൻ കടന്നു, പ്രസംഗിച്ചു, പാടി, ഭയങ്കരത്തെ എന്തൊക്കെ ചെയ്തു. കർത്താവാസം പറഞ്ഞു, നിന്നെ എനിക്ക് അറിയത്തില്ല, നിന്നെ എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്താ? കീഴടങ്ങി വീഴേണ്ടതിന് പകരം എന്നെ കൊണ്ട് പറ്റുമെന്ന് എടുത്തു ചെങ്ങ് ചാടി. സ്വതന്ത്രം. അപ്പച്ചൻ പറഞ്ഞു, എനിക്കിതിനെ അറിഞ്ഞുവിടാം. നമ്മുടെ ജീവിതത്തിനകത്തൊരു ഒരു കുഴപ്പം വന്നാൽ നമ്മൾ വീണ് കിടക്കാൻ താഴ്മയോടെ കിടക്കണം. അവിടെ ആര് നമ്മളെ രക്ഷിക്കും? ഉറപ്പായിട്ടും യേശു രക്ഷിക്കും. പക്ഷെ രക്ഷിക്കും വരെയും, എഴുന്നേൽക്കും വരെയും, ദൈവം പിടിച്ചെഴുന്നേൽപ്പിക്കും വരെയും അപ്പൻ്റെ ശക്തിക്ക് വേണ്ടി ഉണർന്നുകൊണ്ട്, കുറവുകളെ ഉണർന്നുകൊണ്ട്, തെറ്റുകളെ ഉണർന്നുകൊണ്ട് ആ ദൈവഭാഗത്ത് വീട് കിടന്നങ്ങ് പ്രാർത്ഥിച്ചോളൂ. തെറ്റിപ്പോക അല്ല ചെയ്യേണ്ടത്, കൃപ നഷ്ടപ്പെടുത്തല്ല ചെയ്യേണ്ടത്, പാപത്തിലേക്ക് വീഴേണ്ടല്ല ചെയ്യേണ്ടത്, പിന്നെയോ ദൈവഭാഗത്ത് നിന്ന് ഓടുകയല്ല ചെയ്യേണ്ടത്. പഴയ പാപത്തിലേക്ക് ചിലർ പറയും. ചിലർ കണ്ടിട്ടില്ലേ, എന്നാൽ ചിലർ ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ചെന്ന് നിന്നിട്ട് ഫോൺ എടുത്ത് വെച്ച് വിളിക്കും. ഞാൻ കാണിച്ചു തരാം, ചാവാൻ പോവയാ. കണ്ടിട്ടില്ലേ? ചത്താടുത്ത് വീട്ടിലുള്ളവർ സുന്ദരമായിട്ട് ദൈവം അങ്ങ് നടത്തും, കണ്ടിട്ടുണ്ടെങ്കിൽ. മറ്റേ ആൾ ചത്ത് നേരെ എവിടെ ചെന്ന് വീഴും? എവിടെ ചെന്ന്? ജാട കാണിച്ചില്ലേ? ജാട കാണിച്ച ആൾ എവിടെ ചെന്ന് വീഴും? അവിടെ ചെന്ന് അയ്യം വിളിച്ചുകൊണ്ട് കിടക്കാം. മറ്റേ ഇവിടെ അവര് തകരുമെന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ ഇപ്പം കുടിച്ചു കളയും, ഞാൻ പറയുമ്പോൾ നീ കേട്ടില്ലെങ്കിൽ ഇപ്പം കുടിച്ചു കളയും. കുടിച്ചെന്നോ ഞാക്കാ നഷ്ടം. നീ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ആർക്കാ നഷ്ടം? നിനക്കേ നഷ്ടമുള്ളൂ. നഷ്ടം നമുക്കേ ഉള്ളൂ. സ്നേഹിതരെ, ഒരാളിനോടുള്ള വിരോധം കൊണ്ട്, വാശി കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കളയും, അങ്ങനെ ചെയ്ത് കളയും. സ്വത്രം. നമ്മൾ കർത്താവിനായിട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ജീവിച്ചാൽ നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തിൽ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും. അത്രേ ഉള്ളൂ. അല്ല വേറൊരാളിന് വേണ്ടിയല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ആരാധിക്കേണ്ടത് ആർക്ക്? എൻ്റെ അടുത്തിരിക്കുന്ന ആളിനല്ല. നമ്മൾ ആരാധിക്കേണ്ട ആരെ കണ്ട് ആരാധിക്കണം? അതൊരാൾ പറഞ്ഞിട്ടുമല്ല ആരാധന വെളിപ്പെടേണ്ടത്. എൻ്റെ അന്തരംഗത്തിനകത്ത് നിന്ന് എന്നെ വിടുവിച്ച ദൈവത്തെ കണ്ട്, എന്നെ രക്ഷിച്ച ദൈവത്തെ കണ്ട്, എൻ്റെ പാപത്തെ ക്ഷമിച്ച ദൈവത്തെ കണ്ട്, എനിക്ക് വേണ്ടി ക്രൂശ് മരണത്തിലേക്ക് വീഴപ്പെട്ട ദൈവത്തെ കണ്ട് ഞാൻ ആരാധിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നിൽ പ്രസാദിക്കും. എൻ്റെ അടുത്ത് നിൽക്കുന്നവരല്ല, എൻ്റെ വീടിനകത്തുള്ളവരല്ല, എൻ്റെ നാട്ടിലുള്ളവരല്ല, എൻ്റെ സഭയിലുള്ളവരെ കണ്ടിട്ടല്ല ഞാൻ ആരാധിക്കേണ്ടത്, എൻ്റെ സർവശക്തനെ കണ്ട്. ഹല്ലേലൂയ. ഞാൻ ആരാധിക്കുമ്പോൾ എൻ്റെ അടുത്ത് ആര് കാണും? എൻ്റെ അപ്പൻ
കാണും. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഇഷ്ടങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ എന്തെല്ലാം അടവ് കാണിക്കുമെന്നറിയാമോ? അടവ് 18 പാറ്റും. കർത്താവ് പറയും, നിന്റെ എല്ലാ അടവും ഞാൻ കാണുന്നുണ്ട്, നിന്റെ അടവൊന്നും എൻ്റെ അടുത്ത് വില. ചിലപ്പോൾ നിന്റെ വീട്ടുകാരോട് നാട്ടുകാരോടൊക്കെ ചിലപ്പോൾ വില അവരൊക്കെ പേടിച്ചെന്ന് വരാം. പക്ഷെ എനിക്ക് നിന്നെ ഒരു പേടി. ആര് പറയും? നീ ആരെന്നും നീ എവിടം വരെ പോകുമെന്നും നീ എവിടം വരെ എത്തുമെന്നും ഒക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം. നീ ആരെ ഉമ്മാക്കി കാണിക്കുന്നേ? ദൈവം ആരെന്ന് നമ്മൾ തിരിച്ചറിയണം. ഓ ഹല്ലേലൂയ. കർത്താവ് അടുത്ത വാക്യം പറയുന്നു, വായിച്ചേ. അടുത്ത വാക്യം ഇമ്പോർട്ടന്റ്, വായിച്ചേ. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട്, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞു. എന്താ ഇഷ്ടം അറിഞ്ഞു? കർത്താവ് ആരാണെന്ന് അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. യേശു എങ്ങനെയാണ്, നിത്യത എന്തോന്നാണ്, നിത്യ നരകം എന്തോന്നാണ്, ന്യായവിധി എന്തോന്നാണെന്ന് അറിഞ്ഞു. അറിഞ്ഞിട്ട് വീണ്ടും നീ തെറ്റിയാൽ, നീ അറിഞ്ഞു, നീ 10,000 പ്രാവശ്യം തെറ്റാനല്ല, 25,000 പ്രാവശ്യം വീണ്ടും എഴുന്നേറ്റ് വരാനല്ല, നീ അറിഞ്ഞു, എന്താണെന്ന് അറിഞ്ഞു. ഒന്നുകൂടെ വായിച്ചേ. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും ഇഷ്ടം അറിഞ്ഞു, എന്നിട്ട് നീ എന്ത് ചെയ്തില്ല? ഒരുക്കമില്ല. ന്യായവിധി ദിവസത്തിൽ ദൈവം കണക്കിലെടുക്കും ഇതൊക്കെ. അടുത്ത വരി, ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അതുകൊണ്ടാണ് യോഹന്നാൻ 9:41 പറയുന്നത്, നിങ്ങൾ കുരുടർ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, യേശുവിനെ കണ്ടുമുട്ടതൊന്നും അറിയത്തില്ലായിരുന്നു എങ്കിൽ, കുരുടരായിരുന്നെങ്കിൽ പാപമില്ലായിരുന്നു. പക്ഷേ എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഇതിനകത്തിരിക്കുന്ന ആർക്കാണ് യേശുവിനെ അറിഞ്ഞുകൂടാത്തത്? പറ. യേശുവിനെ അറിഞ്ഞുകൂടാത്തതും, രക്ഷ അറിഞ്ഞുകൂടാത്തതും, മാനസാന്തരം അറിഞ്ഞുകൂടാത്തതും, പാപമോചനം അറിഞ്ഞുകൂടാത്തതും, ന്യായവിധി അറിഞ്ഞുകൂടാത്ത ആരുണ്ട്? ഒറ്റ മനുഷ്യരിനകത്തില്ല. നമുക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് എസ്കേപ്പ് ആവാൻ പറ്റത്തില്ല. അവിടെ നമ്മളെല്ലാ വചനം അറിയുന്നവരാണ്. ഇനി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റും. വായിച്ചേ, യോഹന്നാൻ 9:41 വായിച്ചേ. യേശു അവരോട് നിങ്ങൾ കുരുടരായിരുന്നെങ്കിൽ, നിങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലാതിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? അടുത്ത യോഹന്നാൻ 15:22, 23, 24 വായിച്ചേ. എല്ലാവരും വേദപുസ്തകം തുറന്നേ. അപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ. യോഹന്നാൻ സുവിശേഷം 15:22, ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നുവെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. കണ്ടോ? സ്തോത്രം. ഒന്നും അറിയാത്തവരാണെങ്കിൽ കർത്താവ് പറയുന്ന കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നിനക്കെല്ലാം അറിയാം. സത്യം എന്തെന്നറിയാം, ന്യായവിധി എന്തെന്നറിയാം, വചനം എന്തെന്നറിയാം, യാഥാർത്ഥ്യങ്ങൾ എന്തെന്നറിയാം. യാക്കോബ് 4:17 നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനത് പാപം തന്നെയാണ്. വായിച്ചേ, യാക്കോബ് 4:17 വായിച്ചേ. അറിയാം. കണ്ടോ? കർത്താവ് പറയുന്നതാണ്, അറിയാം. നിനക്ക് എല്ലാ കാര്യം അറിയാം. അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, നിനക്കറിയാം. നീ ശിശുവല്ല, നിനക്ക് വചനങ്ങളെല്ലാം അറിയാം. വായിച്ചേ. 4:17 യാക്കോബ് 4:17 എടുത്തവർ വായിച്ചേ. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ട് ചെയ്യാത്തവൻ അത് പാപം തന്നെ. വീണ്ടും വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം പഴയ നിയമത്തിനകത്തുണ്ട്. 25:2-3 വാക്യം, കുറ്റക്കാരൻ അടിക്ക് യോഗ്യനാകുന്നു എങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കിടത്തി അവൻ്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടിപ്പിക്കണം. 40 അടി അടിപ്പിക്കാം, അതിൽ കവിയരുത്. കവിഞ്ഞടുപ്പിച്ചാൽ സഹോദരൻ നിന്റെ കണ്ണിന് നിന്ദിതനായി തീർന്നേക്കും. കണ്ടോ? പഴയ നിയമത്തിനകത്തുണ്ട്. ഇനി നമ്മൾ നേരത്തെ വായിച്ച വചനത്തിലേക്ക് പോയേ, ലൂക്കോസ് സുവിശേഷത്തിനകത്ത് 12-ാം അധ്യായം. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട്. എന്തെന്നാണ് ഇഷ്ടം? നമ്മുടെ ശുദ്ധീകരണമോ, കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്നോ, ക്രിസ്തുവിലൂടെ ജീവിക്കണമെന്നുള്ള ഇഷ്ടം അറിഞ്ഞിട്ട്, കർത്താവ് ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യണമെന്നുള്ള ഇഷ്ടം അറിഞ്ഞിട്ട്, കർത്താവിൻ്റെ പദ്ധതികൾ അറിഞ്ഞിട്ട്, യേശു മണവാളനായിട്ട് വരുമെന്ന്, ഒരു മണവാട്ടിയായി കാത്തിരിക്കണമെന്ന് അറിഞ്ഞിട്ടും, സത്യത്തിൻ്റെ വചനം അറിഞ്ഞിട്ടും, യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിട്ടും. അടുത്ത വരി, ഒരുങ്ങാതെ. ഒരുക്കമില്ല. നമ്മൾ ഒരുങ്ങുന്നത് എന്തോന്നിനാണ്? നമ്മൾ ഒരുക്കം എന്തോന്നാണ് സഹോദരങ്ങളെ? ലോകപരമായിട്ടുള്ള ഒരുക്കമാണ് നമ്മുടെ ഒരുക്കം. ദൈവത്തിന് സ്തോത്രം. ഈ ഒരുക്കങ്ങളെല്ലാം എവിടെ നിന്നാണ് വന്നേ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് വന്ന സ്നേഹിതരെ? ഈ ഒരുക്കം എവിടെ നിന്നാണ് വന്നേ? എൻ്റെ അപ്പൻ്റെ രൂപവും സാദൃശ്യം നഷ്ടപ്പെടുന്ന ഈ ഒരുക്കം ദൈവത്തിൽ നിന്ന് വന്നതല്ല. ഇത് നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തുന്ന ഇതൊന്നും ദൈവത്തിൽ നിന്ന് വന്നതല്ല. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അത് ആരംഭത്തിൽ അതൊന്നുമില്ലായിരുന്നു. പിന്നത്തേതിൽ സ്തോത്രം കായൻ്റെ സന്താന പരമ്പരകൾ തുടങ്ങിയതാണ് ഇത്. സ്തോത്രം. ഒരു മണവാട്ടി ഒരുങ്ങേണ്ടത് മണവാളനായിട്ടാണ്. നമ്മൾ ലൂക്കോസിൽ പോകുന്നു. ഒരു മണവാട്ടി ഒരുങ്ങേണ്ടത് ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ഒരുങ്ങുമ്പോൾ മണവാട്ടി ഒരുങ്ങേണ്ടത്
തൻ്റെ മണവാളിന് ഇഷ്ടപ്പെട്ട രീതിയിൽ. നേരത്തെ തുടങ്ങി വായിച്ചേ വചനം വായിച്ചേ. ഒരുങ്ങിയിരിക്കുന്നവർ വായിച്ചേ. ലൂക്കോസിന് സുവിശേഷം നേരത്തെ വായിച്ച 12 അധ്യായം വായിച്ചേ. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെ. എങ്ങനെ ഒരുങ്ങാതെ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം അനുസരിച്ച് കർത്താവിന്റെ കൃപയിൽ ഒരുങ്ങാതെ. അവന്റെ ഇഷ്ടം ചെയ്യാതെ ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കൊണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ. കണ്ടോ? ചാടി ഇറങ്ങുന്ന അടി അറിയാതെ കണ്ട അടിക്ക് യോഗ്യമായത് ചെയ്യുന്നവനോ കുറെ അടികൊള്ളും. കണ്ടോ? അടിക്ക് യോഗ്യമായത്. ഒന്നുകൂടെ വായിച്ച 2 വാക്യവും. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും. അവന്റെ പൈതലെ, നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്തോന്നാ? കർത്താവിന്റെ വരവാസനമായി. അതുകൊണ്ട് അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ട് എപ്പോഴും ഉറങ്ങാതെ, പാപത്തിൽ മയങ്ങാതെ, പാപം ജയിച്ചുകൊണ്ട് ഓരോ സെക്കൻഡും ആത്മാവിൽ നിറഞ്ഞ് കർത്താവിന്റെ വചനപ്രകാരം മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, സ്നേഹിതരെ, നമുക്ക് എത്ര പേർക്ക് കീഴടങ്ങാൻ മനസ്സുണ്ട്? അതെ അപ്പാ, എൻ്റെ ഒരുക്കൽ ലോകത്തിൻ്റെതല്ല, എൻ്റെ ഒരുക്കൽ ലോകം കാണിക്കാനല്ല, എൻ്റെ യേശുവിന്റെ വചനം എൻ്റെ അകത്ത് നിറയുവാൻ. വചനം എങ്ങനെ എന്നോട് സംസാരിക്കുന്നു, ആ വചനപ്രകാരം ജീവിക്കാൻ എൻ്റെ മേൽ ശക്തിയെ തരണമേ, എൻ്റെ മേൽ കൃപയെ തരണമേ, എൻ്റെ മേൽ ആത്മാവിനെ തരണമേ, എൻ്റെ മേൽ അഭിഷേകത്തെ തരണമേ, എൻ്റെ മേൽ ദൈവിക ശക്തിയെ തരണം അപ്പാ, ദൈവിക വരങ്ങളെ എൻ്റെ മേൽ തരണമേ. കർത്താവേ, അപ്പച്ചായി അങ്ങ് എങ്ങനെ ഒരുങ്ങിയാൽ അപ്പൻ ഇഷ്ടപ്പെടും, അതിൻ പ്രകാരം ദൈവമേ ജീവിപ്പാൻ അവിടുത്തെ ആത്മാവിനെ എന്നെ നിറയ്ക്കണേ. അങ്ങയുടെ രൂപവും സാദൃശ്യവും നഷ്ടപ്പെടുന്നത് ഞാൻ കേട്ടു അപ്പാ. അങ്ങയുടെ രൂപത്തിൽ, അങ്ങയുടെ സാദൃശ്യത്തിൽ എന്നെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ ആ തേജസ് എൻ്റെ മേൽ മൂടട്ടെ, ആ കൃപ എന്നെ വാഴട്ടെ, ആ ശക്തി എൻ്റെ മേൽ നിറയട്ടെ, ആ ജീവന്റെ മേൽ നിറയട്ടെ. പാപത്തെ ജയിച്ച്, അന്യായ ബന്ധനങ്ങളെ ഉടച്ച്, നുഖത്തിന്റെ അമിക്കയറുകൾ ഉടച്ച്, കർത്താവിന്റെ മകളായി, മണവാട്ടിയായി, ക്രിസ്തുവിന്റെ വചനം എങ്ങനെയാണോ എന്നോട് സംസാരിക്കുന്നത് ആ വചനപ്രകാരം എനിക്ക് ജീവിക്കാൻ ഒരു ശക്തി എനിക്ക് തരണമേ. ഇന്ന് ആഗ്രഹമുണ്ട്, ആർക്കൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്? കർത്താവേ, എനിക്ക് ശക്തി തരണേ, കർത്താവേ, എനിക്ക് ബലം തരണേ, കർത്താവേ, എനിക്ക് അഭിഷേകം തരണേ, കർത്താവേ, എനിക്ക് കൃപ തരണമേ അപ്പാ. ഈ പാപത്തെ ജയിച്ച് ജീവിക്കാൻ, ഈ പാപ ലോകത്തെ ജയിച്ച് ജീവിക്കാൻ ക്രിസ്തുവേശു ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എന്നിലൂടെ വരാ. കർത്താവിന് ഇഷ്ടമുള്ളൊരു ജീവിതം, കർത്താവിന് ഹിതമുള്ളൊരു ജീവിതം എന്നിലൂടെ വരണം അപ്പാ. എൻ്റെ സംസാരം മാറണം, എൻ്റെ നോട്ടം മാറണം, എൻ്റെ ചിന്ത മാറണം, എൻ്റെ ഹിതങ്ങളെല്ലാം മരിക്കണം. അങ്ങയുടെ ഇഷ്ടം മാത്രം വരണം. യേശുവേ, എന്നെ ഇത് ഞാൻ സമർപ്പിക്കുന്നു അപ്പാ. എൻ്റെ പാവ മനുഷ്യനെ തകർക്കണമേ, ക്രിസ്തു യേശുവിൻ്റെ ശക്തി എന്നെ നിറയ്ക്കണമേ. ക്രിസ്തുവിന് ഹിതമുള്ളൊരു മണവാട്ടിയായി ജീവിക്കുവാൻ എന്നെയും കൂടെ ഒന്ന് തൊടണമേ എന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സഹോദരങ്ങളെ പറയാൻ. അപ്പാ, എന്നെ കൂടെ ഒന്ന് തൊടണം അപ്പാ. അങ്ങയുടെ മകളായിട്ട് എനിക്ക് ജീവിക്കണം, അങ്ങയുടെ മകനായിട്ട് എനിക്ക് ജീവിക്കണം. ആ വാക്യത്തിൽ ഇരിക്കുന്ന ഒന്നുകൂടെ വായിച്ച്, ഇപ്പൊ വായിച്ച 2 വാക്യം ഒന്നുകൂടെ വായിച്ചേ. യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. ഇഷ്ടം ചെയ്യാതിരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അടുത്ത് അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ. അറിയാതെ കണ്ട്, അറിഞ്ഞുകൂടാ, നമ്മൾ എടുത്തങ്ങ് ചാടും. അറിയത്തില്ല, കർത്താവ് വിളിച്ചിട്ടില്ല, വേർതിരിച്ചിട്ടില്ല, കർത്താവ് പറഞ്ഞില്ല ചെയ്യാൻ. ചിലതൊക്കെ പറയാതെ നമ്മൾ എടുത്തിയാടി ചെയ്യുമ്പോൾ അതിനുള്ള അടി ഇവിടെ കിട്ടും. എവിടെ കിട്ടും? കർത്താവ് ഒരു പൈതലിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിക്ക് യോഗ്യമായിട്ട് ദൈവം നടത്തുവരെ, ദൈവം നടത്തും. കർത്താവ് ഓരോ കൃപകളും കൊടുക്കുമ്പോൾ, പഴയ നിയമത്തിനകത്ത് ഒരുപാട് ദൈവമക്കളെ ദൈവം വിളിച്ച് വേർതിരിച്ചു, ഒരുപാട് പേരെ. അവരെല്ലാം ദൈവം നടത്തി. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? നമ്മളെ നടത്താൻ വിശ്വസ്തനാണ്. അന്ത്യം വരെ നമ്മൾ എന്ത് ചെയ്യും സ്നേഹിതരെ? ദൈവം നടത്തും, ദൈവം പരിപാലിക്കും, ദൈവം താങ്ങും. സ്വത്രം. എന്നാൽ വിളിയില്ലാതെ ചാടിയ അടി ഉറപ്പാണ്. വിളിയില്ലാതെ ചാടിയാൽ കുഴപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചിരിക്കും. നമുക്ക് പഴയ നിയമം നോക്കുമ്പോൾ മോശയെ ദൈവം വിളിച്ചു, ഓക്കെ, അവൻ മാറിപ്പോയി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ടക്കനെ പോകണം, നമുക്ക് ടക്കനെ വായിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ 7-ാം അധ്യായം 20 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ മോശയ്ക്കൊരു വിളി ദൈവത്തിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ മോശ ജനം അംഗീകരിച്ചില്ല. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാലും മതി. മോശ ജനം അംഗീകരിച്ചില്ല. പക്ഷെ ജനം അംഗീകരിച്ചില്ലെങ്കിലും വിളിവല്ലവനെ അംഗീകരിച്ചൊരു ദൈവമുണ്ട്. അവനെ പുറത്ത് കൊണ്ടുവരികയും ചെയ്തു, ഫറവോന്റെ കോട്ടയ്ക്കകത്ത് അയക്കുകയും ചെയ്തു. ദൈവം മോശയിലൂടെ എന്തൊക്കെ ദൈവം ആഗ്രഹിച്ചോ അതെല്ലാം ദൈവം അതുപോലെ മോശയിലൂടെ ദൈവം ചെയ്തു. സ്നേഹിതരെ, യോനയ്ക്ക് ദൈവത്തിന്റെ വിളി ഉണ്ടായിരുന്നു. യോനെ ദൈവം വിളിച്ചിറക്കി. പക്ഷേ യോന ദൈവ വിളി കേൾക്കാതെ സ്വത്രം മറുത്ത് കപ്പലിൽ കിടന്നു, അല്ലേ, അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങി. എന്നാൽ അവിടെ ഇറങ്ങി ദൈവം അവനെ തൊട്ടു. ദൈവത്തിന് സ്വത്രം. എവിടെയായിരുന്നാലും അവനെ തുപ്പേണ്ടടുത്ത് ദൈവം എന്ത് ചെയ്തു? തുപ്പിച്ചു. ദൈവം ഒരാളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 19-15 മുതൽ 21 വരെ വായിക്കുമ്പോൾ അതിനകത്ത് ഏലിയാവിനെ ദൈവം വിളിച്ചിരുന്നു. ഏലിയാവിനെ തടഞ്ഞു വെക്കാൻ ആഹാബിന്റെ ശക്തിയും ഇസബേലിന്റെ ശക്തിയും സകല അന്ധകാര ഇരുട്ടിന്റെ ശക്തി ഇറങ്ങി വന്നു. എന്നാൽ ഏലിയാവിനെ തകർക്കാൻ, ദൈവവിളി ഉള്ളവനെ തകർക്കാൻ ഒരു അന്ധകാര ഇരുട്ടിന്റെ ശക്തിക്കും കഴിഞ്ഞില്ല.
നിനക്ക് ദൈവ വിളിയുണ്ടോ? നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും, വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഒരു ശക്തിക്കും ദൈവ വിളിയുള്ള നിന്നെ തകർക്കാൻ കഴിയത്തില്ല. അന്ത്യം വരെ നടത്താൻ ഈ ദൈവം മതിയായവനാണ്. ഏലിയാവിനെ ദൈവം വിളിച്ചു, ദൈവം വിളിച്ചതുപോലെ അവനെ നടത്തി. അവനിലൂടെ അവസാനം 1 രാജാക്കന്മാർ 19 അധ്യായം 15 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ ഇന്ന ആളിനെ അഭിഷേകം ചെയ്യണം. അങ്ങനെ ദൈവം പറഞ്ഞു, അഭിഷേകം ചെയ്തു. ടക്കനെ വായിച്ച ആ വാക്യം 19 1 രാജാക്കന്മാർ 19 15 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 21 ടക്കനെ ഒന്ന് വായിച്ചേ. യഹോവ അവനോട് അരുളിച്ചത് എന്തെന്നാൽ, പുറപ്പെട്ട് ദമ്മേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ പുറപ്പെട്ട് ദമ്മേശക്കിന്റെ മരുഭൂമിയായി മടങ്ങിപ്പോക. എത്തുമ്പോൾ ഹസായേലിനെ അരാമൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. അടുത്ത് നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അടുത്ത് ആബേൽ മൊഹാലിൽ നിന്നുള്ള സാബത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. അടുത്ത് ഹസായേലിന്റെ വാൾ തെറ്റിപ്പോകുന്നവനെ യേഹൂ കൊല്ലും, യേഹൂവിന്റെ വാൾ തെറ്റിപ്പോകുന്നതിന് എലീശ കൊല്ലും. എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുള്ളവരായി 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 ഈർക്കാള പൂട്ടി ഉടവിച്ചുകൊണ്ടിരുന്നു. കണ്ടോ, ഈ ഏലിയാവിനെ തകർക്കാൻ ദൈവം വിളിച്ചവനെ എത്ര പേര് അഭിഷേകം ചെയ്യാൻ. ദൈവം കണ്ടവന് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യുകയില്ല എന്ന് പറഞ്ഞവനെ തകർക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായോ? അന്ന് സ്വത്രം ഇസബേലിന്റെ മണ്ഡലം, ഇസബേലിന്റെ ബാലിന്റെ ദൈവങ്ങളാണ് മഴ തരുന്നത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആരാണ് മഴ തരുന്നത്? ബാലിന്റെ ദൈവങ്ങളാണ് മഴ തരുന്നതെന്നാണ് ആര് പറഞ്ഞുകൊണ്ട്. അതാണ് ഏലിയാവ് അവിടെ വന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഏലിയാവ് എന്തിനാ അവിടെ വന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ലെന്ന് ഏലിയാവ് പറയാൻ എന്താ കാര്യം? ഇസബേലിന്റെ ബാലിന്റെ ദൈവങ്ങളാണ് മഴ തരുന്നതെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാ ഞാൻ കൽപ്പിക്കുന്നതാ, ഞാൻ പറഞ്ഞല്ലാതെ, ഞാൻ സൈന്യത്തിന്റെ ദൈവമാകുന്ന യഹോവയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഞാൻ പറഞ്ഞല്ലാതെ മഴ പെയ്യുകയില്ല. ഇസബേലിന്റെ എല്ലാ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന നേതാക്കന്മാരെല്ലാം വന്ന് മഴ പെയ്ക്കാൻ നോക്കി, പെയ്യില്ല. മനസ്സിലായോ? ഇസബേൽ പറഞ്ഞത് മഴ തരുന്നത് ആരാ? ഞങ്ങളെ ദൈവങ്ങളാ. ഇവന്റെ ദൈവം അല്ല മഴ തരുന്നത്, സർവശക്തനെന്ന് ദൈവരേഖാമൂലം തെളിയിക്കാൻ ഏലിയാവിനെ അഭിഷേകം ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് ഏലിയാവ് രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞല്ലാതെ മഴ പെയ്യത്തില്ല. ഇസബേലിന്റെ കുട്ടി സൈന്യവും മഴ ഞങ്ങളാണ് തരുന്നതെന്ന് പറഞ്ഞ എല്ലാവരും നോക്കി, ഒരു അനക്കം പോലും എന്തില്ല, വന്നില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഏലിയാവിനെ അവിടെ കൊണ്ടുപോയി ദൈവം ചെയ്യിപ്പിക്കുന്നതെല്ലാം ചെയ്തു. അവസാനം ഇവനെ തകർക്കാൻ ഇസബേലിന്റെ മണ്ഡലം പോലും ഒരുമിച്ചിറങ്ങി ഇവനെ ഒളിപ്പിച്ചിരുത്തി. ഇവൻ മരണം തന്നെ വാക്കിയെന്നൊക്കെ ഇരുന്നു. പക്ഷെ ദൈവം വിട്ടില്ല. ദൈവം വിളിച്ചവനെ ദൈവം അന്ത്യം വരെയും കരുതുകയും ചെയ്തു. അവനിലൂടെ ആരെയല്ല ശുശ്രൂഷയ്ക്കാക്കാൻ ദൈവം ഏലിയാവിന്റെ കൈകളെ, ഏലിയാവിന്റെ വായെ, ഏലിയാവിലൂടെ ശബ്ദത്തെ ദൈവം കണ്ടുവോ? അതെല്ലാം ദൈവം ഉപയോഗിച്ച് കഴിഞ്ഞു. ഹല്ലേലൂയ. പിശാചിനെ തകർക്കാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലം നിന്നെ ദൈവം വിളിച്ചിട്ട് നിന്നെ കുറിച്ചൊരു പദ്ധതി ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ, മകനെ മകളെ, എന്റെ പ്രാണപ്രിയനാണ് നിന്നെ വിളിച്ചു പുറത്തിറക്കിയതെങ്കിൽ, നീ സഹോദരനാകട്ടെ, നീ സഹോദരിയാകട്ടെ, നീ എന്റെ മുമ്പിരിക്കുന്ന കുഞ്ഞാകട്ടെ, ഞാൻ പറയാ, ദൈവമാണ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ഇളകി വന്നാലും നിന്നെ തകർക്കാൻ, നിന്നെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം നമ്മൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനത്രേ. ആ ദൈവത്തെ കണ്ടാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ. നിങ്ങൾക്ക് മനസ്സിലായോ? ഏലിയാവിനെ തകർക്കാൻ പല ശക്തിയും വന്നു. അവൻ തകർക്കാൻ പറ്റിയോ? ഇല്ല. അവസാന ശുശ്രൂഷയും ഏലിയാവിലൂടെ തികച്ചിട്ട് കൊന്നുകളയുന്നൊരു സ്ഥാനത്ത് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഏലിയാവിലൂടെ സ്വത്ര അഭിഷേകം പ്രാപിച്ചവനാണ് യേഹൂ. 2 രാജാക്കന്മാർ 9 അധ്യായം 1 വചനം. യേഹൂ ഇസ്രായേലിന്റെ കൊട്ടാരത്തിനകത്ത് ഉള്ള മെയിൻ ഒരു വേലക്കാരനായിരുന്നു യേഹൂ. എന്നാൽ യേഹൂവിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി ചെന്നപ്പോ ആത്മാവിന്റെ നിറവിലൊരു ഭ്രാന്തന പോലെയായി. യേഹൂവിന്റെ മേൽ ആത്മാവ് ഇറങ്ങിയപ്പോൾ അന്ധകാര ശക്തികളുടെ തായ് വേരുകളെ തകർക്കുന്ന ഒരു അസാധാരണ അഭിഷേകം യേഹൂവിന്റെ മേൽ ഇറങ്ങിയപ്പോൾ പൈതലെ യേഹൂവിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. യേഹൂ ആത്മാവിൽ നിറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ ഇസബേലിന്റെ തായ് വേരിനെ കത്തിക്കാൻ ഇസബേലിന്റെ പട്ടണത്തിനകത്ത് ഇസബേൽ താമസിച്ചെടുത്ത് ആത്മാവിൽ നിറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ യേഹൂവിനെ ദൈവം കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. യേഹൂവേ, നിന്നെ ദൈവമാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു സാത്താൻ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞാലും, നിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും, നിന്നെ മൊത്തം പേര് ഉപേക്ഷിച്ചാലും, യേഹൂവേ നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ, നിന്നെ കൊണ്ടുപോകുന്ന ദൈവമെങ്കിൽ, ചെയ്യിക്കുന്നത് ദൈവം തന്നെ. ഇന്ന്
നിന്നകത്തിരിക്കുന്ന മകനെ മകളെ, നിന്നെ വിളിച്ച് പുറത്തിറക്കിയത് സർവശക്തനാണെങ്കിൽ ബാക്കി എല്ലാ കാര്യവും ദൈവം നിന്നെ കുറിച്ച് നോക്കിക്കൊള്ളും. നിന്നെ കുറിച്ച് ദൈവം ചെയ്യും. ദൈവം കരുതേണ്ടത് കരുതും. ദൈവം നടത്തേണ്ടത് നടത്തും. ദൈവം പരിപാലിക്കേണ്ടത് ദൈവം പരിപാലിച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. യേഹൂനെ കർത്താവ് പറഞ്ഞു അഭിഷേകം ചെയ്യാൻ. ഏലിയാവ് അവൻ അഭിഷേകം ചെയ്ത് വിട്ടതാ. എന്നാൽ ആവശ്യം വന്നപ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന എടുക്കാമോ? ആ 2 രാജാക്കന്മാർ 9-ാം അധ്യായം 1-ാം വചനം അങ്ങോട്ട് വായിച്ചു. ഡക്കറ വായിച്ചേ 9-ാം അധ്യായം 1 മുതൽ. എലീശ പ്രവാചകൻ ഒരു പ്രവാശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത് അരകെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട്. കണ്ടോ എടാ യേഹൂ, നിന്നെ ദൈവത്തിന് വിളിയുണ്ടടാ. നീ എവിടെ ഇരുന്നാലും ഒരു അഭിഷേകത്തിന്റെ തൈലം നീ ഇരിക്കുന്ന സ്ഥലത്ത് വരും. നീ എവിടെ ഇരുന്നാലും നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ട്. നിന്റെ മേൽ ശുശ്രൂഷ ദൈവം കണ്ടിട്ടുണ്ട്. നിന്നെ കർത്താവ് കണ്ടിട്ടുണ്ട്. നിന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നീ ഏത് മുറിക്കകത്ത് ആരുടെ കൂട്ടത്തിരുന്നാലും എന്റെ അഭിഷേക തൈലം നിന്റെ മേൽ വീഴേണ്ട സമയമാകുമ്പോൾ എന്റെ തൈലം നീ ഇരിക്കുന്ന സ്ഥലത്ത് നീ എവിടെ ഇരുന്നാലും, നീ മുറിക്കകത്തിരുന്നാലും, നീ വീട്ടിന്റെ ഏത് ഭാഗത്തിരുന്നാലും ആ തൈലം നിന്റെ അടുക്കൽ വന്നിരിക്കും. യേഹൂവിനോട് പറഞ്ഞു സ്തോത്രം, നീ ഏത് മൂലയിലിരുന്നാലും നിന്നെ വിളിച്ച ദൈവമാ. നിന്റെ അടുക്കൽ ഒരു തൈലം വരും. ആ തൈലം മറ്റൊരു തലമേൽ ചരിയത്തില്ല. വിളിച്ച നിന്റെ മേൽ തന്നെ ആ തൈലം ചരിയും. ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ആത്മാവിന്റെ ഭ്രാന്തോടെ നിന്ന് ചെയ്യാൻ ദൈവം യേഹൂവിനെ കണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവം പ്രവാചകനോട് പറഞ്ഞു, നീ വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. എലീശ പ്രവാചകൻ ഒരു പ്രവാചകനെ വിളിച്ച് അവനോട് പറഞ്ഞത്, നീ അരകെട്ടി തൈലപാത്രം എടുത്തുകൊണ്ട്. നീ അരകെട്ടുക, തൈലപാത്രം എടുക്കുക. അടുത്ത് ഗിലെയാദിലെ രാമോത്തിലേക്ക് പോകാം. നീ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോകാം. അടുത്ത് അവിടെ എത്തിയ ശേഷം നിംശിയുടെ മകനായ എടാ നീ അവിടെ എത്തണം. എന്നിട്ട് നിംശിയുടെ മകനായ യഹോശാഫാത്തിന്റെ മകൻ യേഹൂ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കി അപ്പന്റെ പേര് വരെ പറഞ്ഞു, ആള് തെറ്റാതിരിക്കാൻ. ഒന്നുകൂടെ വായിച്ചേ. അവിടെ എത്തിയ ശേഷം നിംശിയുടെ മകനായ യഹോശാഫാത്തിന്റെ മകൻ യേഹൂ എവിടെ ഇരിക്കുന്നു. കണ്ടോ, അഡ്രസ് തെറ്റത്തില്ല. ഈ തൈലം ചരിയേണ്ടടുത്ത് ചരിയൂ. നീ എവിടെ ഇരുന്നാലും അഡ്രസ് തെറ്റത്തില്ല. എന്റെ പ്രാണപ്രിയന് നിന്റെ മേൽ ചരിയേണ്ടത്. നീ വീട്ടിനകത്തിരുന്നാലും, അടുക്കളക്കകത്തിരുന്നാലും, ബെഡ്റൂമിനകത്തിരുന്നാലും ആ തൈലം നിന്റെ മേൽ ചരിഞ്ഞിരിക്കും. വിളിയുള്ളവനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിളിയുള്ള നിന്നെ ഉടയ്ക്കാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. അടുത്ത വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ചേ. അകത്തു ചെന്ന് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന്. കണ്ടോ, അകത്തു ചെന്ന് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോകാം. കണ്ടോ, ദൈവം പറഞ്ഞു കൊടുത്തു, നീ ഉള്ളുമുറിയിലേക്ക് കൊണ്ടുപോകണം. പിന്നെ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച്. അതുവരെ നീ തൈലപാത്രം എടുക്കല്ലേ, വെച്ചോ. അവനെ ഉള്ളുമുറി കൊണ്ടുപോയിട്ട് നീ ഈ തൈലപാത്രം എടുക്കണം. അവനെവിടെ കൊണ്ടുപോകണം? ഉള്ളുമുറി കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് ഈ തൈലപാത്രം എടുക്കണം. അടുത്ത വരി വായിച്ചേ. ഒഴിച്ച് ഞാൻ നിന്നെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ. ഒഴിച്ചിട്ട് നീ പറയണം, ഞാൻ നിന്നെ ആർക്ക്? ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയണം. വായിച്ചേ. യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിക്കാതെ ഓടിപ്പോരുക. അങ്ങനെ പ്രവാചകനെ ആ യൗവനക്കാരൻ ഗിലെയാദിൽ രാമോത്തിലേക്ക് പോയി. അവൻ അവിടെ എത്തിയപ്പോൾ അവൻ എവിടെ ഇരിക്കുന്നുവോ അവിടെ തൈലവുമായിട്ട് പ്രവാചകൻ എന്റെ ദൈവം അയച്ചു. മകളെ, സഹോദരനെ, സഹോദരി, കുഞ്ഞെ, നിനക്കൊരു വിളി ദൈവം വിട്ടിട്ടുണ്ടെങ്കിൽ നീ എവിടെ ഇരുന്നാലും നിന്റെ തലമേൽ വീഴേണ്ട തൈലം നീ ഇരിക്കുന്നിടത്തായിരുന്നാലും പറഞ്ഞയച്ച് ഒഴിക്കുന്ന ഒരു ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. അവൻ അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ട്, നായക, എനിക്ക് നിന്നോട് ഒരു കാര്യം അറിയിപ്പാനുണ്ട്. എല്ലാവരുടെ നടുവിരിക്കുകയാണ്. അപ്പോ പറയാണ്, നായക,
എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അടുത്ത വരി. എന്ന് അവൻ പറഞ്ഞതിന് ഞങ്ങൾ എല്ലാവരിലും വെച്ച് ഞങ്ങൾ എല്ലാവരിലും വെച്ച് ഒരുപാട് ഇരിക്കുക. എല്ലാവരിലും വെച്ച് ആരോട് എന്ന് യേഹു ചോദിച്ചു. ആരോടാണ് പറയാനുള്ളത്? യേഹു ചോദിച്ചു. അടുത്ത് നിന്നോട് തന്നെ നായക എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഈ യേഹുവിനോട് പറഞ്ഞടാ, വേറെ ആരോടും അല്ല, നിനക്കൊരു വിളിയുണ്ട്, നിന്നോട് തന്നെയാ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മകനെ മകളെ, നിനക്കൊരു വിളിയുണ്ട്. തക്ക സമയമാകുമ്പോൾ നിന്റെ തലമേൽ തൈലക്കൊമ്പ് ചരിഞ്ഞിരിക്കും. അതാരൊക്കെ മാറ്റിവിട്ടാലും, ലോകം ഒരുമിച്ച് ഇളകി വന്നാലും, ശത്രുവിനെ തകർക്കാൻ നോക്കിയാലും തകർക്കാൻ കഴിയത്തില്ല. ഈ തൈലം ചരിയേണ്ടവന്റെ മേൽ അത് ചരിഞ്ഞിരിക്കും. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് കടന്ന്, യേഹു മുറിക്കകത്ത് കടന്നു. അപ്പോൾ അവൻ തൈലം അവന്റെ തലയിൽ ഒഴിച്ച് അവനോട് പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ യഹോവയുടെ ജനമായ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനാണ് ഇയാൾ അഭിഷേകം ചെയ്യുന്നറിയാമോ? ആഹാബ് ദൈവവചനപ്രകാരം ജീവിക്കേണ്ടവൻ, ദൈവത്തിന്റെ വചനപ്രകാരം വിവാഹം കഴിക്കേണ്ടവൻ ചെന്ന് കല്യാണം കഴിച്ച ആരെയാ? ഇസബേലിനെ. ഇസബേല് ബാലിനെ ആരാധിക്കുന്നവളാ. അവളെ ചെന്ന് വിവാഹം കഴിച്ചു. ഇവൻ ദൈവമകളെ വിവാഹം കഴിക്കേണ്ട സ്ഥാനത്ത് ഇസബേലിനെ ചെന്ന് വിവാഹം കഴിച്ചു. ആര്? അതുകൊണ്ടാണ് പറയുന്നത്, രക്ഷിക്കപ്പെട്ട പൈതലിന് വിവാഹം കഴിക്കണമെന്ന്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഒരു മണവാട്ടി അതുപോലും കാത്തിരിക്കുന്ന ഒരു മണവാളനെ തന്നെ, ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയാകുന്ന ആൺകുട്ടിയെ തന്നെ എന്ത് ചെയ്യണം? അല്ല എങ്കിൽ കുടുംബത്തിനകത്ത് നീ പ്രാർത്ഥിക്കും, മറ്റേ ആൾ കിണ്ടാൻ തുടങ്ങും. മനസ്സിലായി? അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയുള്ള തലമുറയെങ്കിലും കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കണോ? ഇല്ല എങ്കിൽ മറ്റവൻ ഇവിടെ കിളച്ചുകൊണ്ടിരിക്കും. മുകളിൽ പർവ്വതത്തിരിക്കാന്ന് പറഞ്ഞാൽ ഒരാളിരിക്കാനും പറ്റത്തില്ല, പാപത്തിൽ ഇടകലരും. അത് വരാതിരിക്കാനാണ് കർത്താവ് പറഞ്ഞു, നീ രക്ഷിക്കപ്പെട്ട ആളാണോ, മാനസാന്തരപ്പെട്ട ആളാണോ, സ്നാനം പെട്ട ആളാണോ, അഭിഷേകം പ്രാപിച്ച ആളാണോ, വേർപെട്ട ആളാണോ, നീ അങ്ങനെയുള്ളൊരു പൈതലുമായിട്ട് വിവാഹം കഴിയും. ആഹാബ് ഇസബേലിനെ ചെന്ന് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചപ്പോൾ ദൈവം യേഹൂവിനെ അഭിഷേകം ചെയ്യാൻ കാരണം എന്നറിയാമോ? ഇസബേലിന്റെ മണ്ഡലത്തിലുള്ള സകല ബാലിന്റെ അസേരയുടെയും ശക്തികളെ, ഇസബേലിന്റെ സകല തായ് വേരുകളെ കത്തിക്കാനായിരുന്നു യേഹൂവിന്റെ മേൽ അഭിഷേക തൈലം വീണത്. ആമേൻ. ആഹാബിന്റെ ഭാര്യ കൊണ്ടുവന്ന സകല അന്ധകാര ഇരുട്ടിന്റെ പോരുകളെ, അവന്റെ തായ് വേരുകളെ കത്തിക്കാൻ എന്റെ ദൈവം ഇവരെ അഭിഷേകം ചെയ്തിട്ട് പറഞ്ഞു, 3 പേരെ ഒന്നിന്റെ വാളിൽ നെറ്റിയാൽ മറ്റവന്റെ വാളിൽ വീഴും. നേരത്തെ വായിച്ചു കേട്ടില്ലേ? പ്രവാചകനാകുന്ന ഏലിയാവ് അഭിഷേകം ചെയ്യാൻ പോകുമ്പോൾ ഒന്നിനെ തെറ്റുന്നവന് മറ്റവന്റെ വാളിൽ വീഴും. കേട്ടില്ലേ? ഹല്ലേലൂയ. അതിന്റെ അവസാനം വരെയുള്ളതിനെ തകർക്കാൻ ദൈവം കണ്ടിരുന്നു. അവസാനം യേഹൂ അഭിഷേകം പ്രാപിച്ചു, ദൈവശക്തിയാൽ നിറഞ്ഞു. അടുത്ത വരി വായിച്ചേ. എന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവയുടെ സകല ദാസന്മാരുടെ രക്തത്തിനും ഇസബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന്, ഇസബേലിനോട് ദൈവം പറയാ, പ്രതികാരം ഞാൻ ചെയ്യേണ്ടതിന് നിന്റെ യജമാനനായ ആഹാബിന്റെ ഗൃഹത്തെ, നിന്റെ യജമാനായ കണ്ടോ, യജമാനാണ്, അവിടുത്തെ വേലക്കാരനാണ് ആര്? യേഹൂ. നിന്റെ യജമാനായ രാജാവിന്റെ ആഹാബിന്റെ ഗൃഹത്തെ സംഹരിച്ചു കളയണം, നീ സംഹരിക്കണം. അടുത്ത് ആഹാബ് ഗൃഹം അശേഷം മുടിഞ്ഞു പോകണം, അശേഷം മുടിയണം. അടുത്ത് ഇസ്രായേൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷ പ്രജയൊക്കെയും ഞാൻ ഛേദിച്ചു കളയും. അടുത്ത് ഞാൻ ആഹാബ് ഗൃഹത്തെ നെബാത്തിന്റെ മകനായ യെരോബ്യാമിന്റെ ഗൃഹത്തെ പോലെയും അഹിയാവിന്റെ മകനായ ബയശയുടെ ഗൃഹത്തെ പോലെയും ആക്കും. ഇസബേലിനെ ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ തിന്നുകളയും, അവളെ അടക്കം ചെയ്യുവാൻ ആരും ഉണ്ടാകുകയില്ല. അടുത്ത് 17 വാക്യം മുതൽ വായിച്ചേ. ഇസ്രായേലിലെ 16. അങ്ങനെ യേഹൂ രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. യോരാം അവിടെ കിടക്കുകയായിരുന്നു. യോരാമിനെ കാണുവാൻ യഹൂദ രാജാവായ അഗസ്യാവും അവിടെ വന്നിരുന്നു. ഇസ്രായേലിലെ ഗോപുര മുകളിൽ ഒരു കാവൽക്കാരൻ നിന്നിരുന്നു. അവൻ യേഹൂവിന്റെ കൂട്ടം വരുന്നത് കണ്ടിട്ട് ഞാൻ ഒരു കൂട്ടത്തെ കാണുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ വരുന്നവൻ? ഒരു ഭ്രാന്തനെ പോലെയാണ് വരുന്നത്. എങ്ങനെ? അഭിഷേക തൈലം ചരിഞ്ഞു കഴിഞ്ഞപ്പോ യവന്റെ വിധം അങ്ങ് മാറി, ആത്മാവിൽ നിറഞ്ഞു. ദൈവം ഏൽപ്പിച്ച ഡ്യൂട്ടിയെ വിശ്വസ്തത ചെയ്യാൻ ആരെയും അവന് പേടിയില്ല, ആരെയും ഭയമില്ല, ആരെയും നോക്കിയില്ല. ദൈവത്തെ കണ്ട യേഹൂ, ദൈവത്തിന്റെ ശക്തി പ്രാപിച്ച യേഹൂ, അവന്റെ ഭയം നീങ്ങിപ്പോയി. അവൻ ആത്മാവിൽ നിറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ, സുബോധമില്ലാത്തവനായെന്നല്ല, ബഹളം ഉണ്ടാക്കിയെന്നല്ല, ആത്മാവിൽ നിറഞ്ഞ് കണ്ണ് കാണാൻ പറ്റാത്ത ആളാണെന്നല്ല. പിന്നെയോ ദൈവം ഏൽപ്പിച്ചത് ആ സ്വത്രം ഇസബേലിന്റെ സകല മണ്ഡലങ്ങളെ തകർക്കാനാണ്. ആ മണ്ഡലങ്ങളെ തകർക്കാൻ തക്കതായ ശക്തിയോടെ ഇവൻ ഇറങ്ങി പുറപ്പെട്ടു, രഥം പൂട്ടി. അടുത്ത വരി.
അപ്പോൾ യോരാം നീ ഒരു കുതിരച്ചേവനെ വിളിച്ച് അവരുടെ നേരെ അയക്കണം, അവൻ ചെന്ന് സമാധാനമോ എന്ന് ചോദിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഒരുത്തൻ കുതിരപ്പുറത്ത് കയറി അവരെ എതിരേറ്റ് ചെന്നു. സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ്, സമാധാനം കൊണ്ട് നിനക്ക് എന്ത് കാര്യം, തിരിഞ്ഞ് എന്റെ പുറകിൽ വരിക എന്ന്. പിന്നെ യേഹൂവിന്റെ വാക്ക് വേറെയാണ്. എടാ, നീ ബാക്കി കാര്യം അറിയുന്ന പിന്നെ നീ എന്റെ പുറകെ വാടാ. നീ എന്റെ മുമ്പേ നിൽക്കേണ്ട, നിന്റെ കാര്യം നീ കേൾക്കണ്ട. നിന്നോടല്ല എനിക്ക് മറുപടി പറയേണ്ടത്. എന്നെ അയച്ച ഒരു ദൈവമുണ്ട്. ദൈവം ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നിന്നോട് പറയേണ്ട കാര്യമില്ല. അത് നിവർത്തിക്കാൻ വേണ്ടി അഭിഷേകത്തോടെ ഇവൻ പുറപ്പെട്ടു. പിന്നെ ഇവന്റെ മുൻപിൽ വരുന്നവനോടല്ല അവന്റെ സംസാരം. വായിച്ചടുത്ത വരി, ഇനി അവന്റെ ആലോചന അല്ല ഇവൻ കേൾക്കേണ്ടത്, സർവശക്തന്റെ ആലോചന അത്രേ. ആ ആലോചന പ്രകാരം യേഹൂ പോവുകയാണ്. അടുത്ത വരി വായിച്ചേ. അപ്പോൾ കാവൽക്കാരൻ ദൂതൻ അവരുടെ അടുക്കലോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല എന്ന് അറിയിച്ചു. മറ്റൊരുത്തനെ കുതിരപ്പുറത്ത് അയച്ചു. അവനും അവരുടെ അടുക്കൽ ചെന്ന് സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്ക് എന്ത് കാര്യം? ഈ ഇസബേലിന്റെ ബാലും പ്രതിഷ്ഠയുള്ളപ്പോ എന്തോന്ന് സമാധാനം? ഇതിനെ തകർക്കുമ്പോഴാണ്. അടുത്ത വരി വായിച്ചേ. തിരിഞ്ഞ് എന്റെ പുറകിൽ വരിക എന്ന് യേഹൂ പറഞ്ഞു. അപ്പോൾ കാവൽക്കാരൻ അവനും അവരുടെ അടുക്കലോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല. ആ ഓടിക്കുന്ന നിംഷിയുടെ മകനായ യേഹൂ ഓടിക്കുന്നത് പോലെ ഇരിക്കുന്നു, പ്രാർത്ഥന പോലെയല്ലോ അവൻ ഓടിച്ചു വരുന്നത് എന്ന് പറഞ്ഞു. ഉടനെ യോരാം രഥം പൂട്ടുക എന്ന് കൽപ്പിച്ചു. രഥം പൂട്ടിയ ശേഷം ഇസ്രായേൽ രാജാവായ യോരാമും യഹൂദ രാജാവായ അഗസ്യാവും താന്താന്റെ രഥത്തിൽ കയറി യേഹൂവിന്റെ നേരെ പുറപ്പെട്ടു. ഇസ്രായേലിനായ നാബോത്തിന്റെ നിലത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റു. യേഹൂവിനെ കണ്ടപ്പോൾ യോരാം യേഹൂവേ സമാധാനമോ എന്ന് ചോദിച്ചു. അതിന് യേഹൂ, നിന്റെ അമ്മയായ ഇസബേലിന്റെ പരസംഗവും ശുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം എന്ന് പറഞ്ഞു. ഈ മന്ത്രവും ശുദ്രവും പൂജയും കണ്ട എത്ര സമാധാനം ഉണ്ട്. ഇതിനെ കത്തിക്കാൻ ഒരു അഭിഷേകമായിട്ടാണ് നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ, നിന്റെ നന്മക്കെതിരെ അവകാശം പറഞ്ഞ ചില ഇരുട്ടിനെ കത്തിക്കുന്ന ഒരു അഭിഷേകം ഇന്നിവിടുന്ന് പ്രാപിച്ചിട്ട്. ആമേൻ, 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 ആമേൻ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഓ ജീസസ്, ഹല്ലേലൂയ. അടുത്ത ഒരു വായിച്ചേ. അപ്പോൾ യോരാം രഥം തിരിച്ച് ഓടിച്ചുകൊണ്ട് അഗസ്യാവോട്, അഗസ്യാവേ ഇത് ദ്രോഹം എന്ന് പറഞ്ഞു. യേഹൂ വില്ല് കുലച്ച് യോരാമിന്റെ ഭുജങ്ങളുടെ നടുവേ എയ്തു. അമ്പ് അവന്റെ ഹൃദയം തുളഞ്ഞു മറുപുറം കടന്നു. അവൻ രഥത്തിൽ ചുരുണ്ടു വീണു. യേഹൂ തന്റെ പടനായകനായ മിദ്ഗാരോട് പറഞ്ഞത്, അവനെ എടുത്ത് ഇസ്രായേൽ നാബോത്തിന്റെ നിലത്തിൽ എറിഞ്ഞു കളക. ഞാനും നീയും ഒരുമിച്ച് അവന്റെ അപ്പനായ ആഹാബിന്റെ പിന്നാലെ കുതിര കയറി പോകുമ്പോൾ നാബോത്തിന്റെ രക്തവും. 20 വാക്യം നിങ്ങൾ കേട്ടോ നേരത്തെ വായിച്ചത്. യേഹൂ ഇരിക്കുന്നു, ഭ്രാന്തനെ പോലെയല്ലോ അവൻ ഓടിച്ച്. എങ്ങനെയുള്ള ഭ്രാന്ത്? ബോധം കിട്ടുന്നല്ല, ഉടക്കുണ്ടാക്കിയെന്നല്ല, ഭാര്യ തൂക്കിയെടുത്ത് അടിച്ചെന്നല്ല. പിന്നെ ആ കർത്താവ് ഏൽപ്പിച്ച വേല, അതിന്റെ പിന്നിൽ നിൽക്കുന്ന ദുർഭൂതങ്ങളെ കത്തിക്കാൻ ആത്മാവിന്റെ ഭ്രാന്ത് പിടിച്ചവനായി. ഇപ്പൊ ജനം വേറെ ഒന്നും വ്യാഖ്യാനിച്ച് കളയല്ലേ. ദൈവത്തിന് സ്വത്രം, സുബോധം നഷ്ടപ്പെടുന്നല്ല. മക്കളെ കാണാൻ പറ്റിയില്ല, ഭർത്താവിനെയും ഭാര്യയും കാണാൻ അങ്ങനെയൊന്നും അല്ല ഇതിൽ എഴുതിയിരിക്കുന്നത്. തനിക്കെതിരെ ദൈവം ഏൽപ്പിച്ച ആ ദുഷ്ടാത്മ മണ്ഡലങ്ങളെ തകർക്കാനുള്ള ശക്തിയോടെ ഒരു ഭ്രാന്ത് പിടിച്ചവനായി ആത്മാവിന്റെ നിറവോടെ അവൻ പോവുകയാണ്. വായിച്ചേ. ഇപ്പൊ വായിച്ചേ താഴോട്ട്. ഇപ്പൊ വായിച്ചേ നേരത്തെ. നാബോത്തിന്റെ രക്തവും അവന്റെ മക്കളുടെ രക്തവും ഇന്നലെ ഞാൻ കണ്ടിരിക്കുന്നു, സത്യമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ നിലത്ത് വെച്ച് ഞാൻ നിനക്ക് പകരം വീട്ടുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നിങ്ങനെ 29 മുതൽ വായിച്ചേ. അടുത്ത് ആഹാബിന്റെ മകനായ യോരാമിന്റെ 11-ാം ആണ്ടിലായിരുന്നു അഗസ്യാവ് യഹൂദയിൽ രാജാവായത്. യേഹൂ ഇസ്രായേൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി. ഇസബേൽ അറിഞ്ഞു ആര് വന്നത്? ഇതിന്റെ ഏറ്റവും ചെറിയ കണ്ണിയും വലിയ കണ്ണിയും മുഴുവനും നശിപ്പിക്കാനായിരുന്നു ആരഭിഷേകം ചെയ്തത്? യേഹൂവിനെ. ദൈവം അവനെ വിളിച്ചു, ദൈവം അവനെ ഏൽപ്പിച്ചു. യേഹൂവിനെ ദൈവം വിളിച്ച് ഏൽപ്പിച്ചെടുത്ത് ഞാൻ ദൂരെ കണ്ടോണ്ടിട്ട് ഞാനും കൂടെ യേഹൂവിനെ പോലെ പോയ. യേഹൂവിനെ ദൈവം വിളിച്ചു, അഭിഷേകം ചെയ്തു. നേരത്തെ വന്ന വചന ഓർമ്മയുണ്ട്, ലൂക്കോസ്. സ്വത്രം. അടി വാങ്ങി പിടിക്കരുത്. ദൈവം ഏൽപ്പിക്കുന്നതിനെ വിശ്വസ്തയോടെ ഭയഭക്തിയോടെ നിന്ന് ചെയ്യുക. യേഹൂ ഓടിയെന്ന് പറഞ്ഞ് ഞാൻ ഓടിയല്ല നടക്കൂ. യേഹൂ ഭ്രാന്ത് അഭിനയിച്ച പോലെ ഞാൻ അഭിനയിച്ചല്ല. അയാൾ നിറഞ്ഞ പോലെ ഞാൻ ഒന്ന് അഭിനയിച്ച്, ഞാനും ഒന്ന് വീഞ്ഞൊക്കെ നിറഞ്ഞു, ഇതാ പരിശുദ്ധാത്മാവൊക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞ് ഭ്രാന്ത് അടിച്ച്
പോയ എന്തോന്നായിരിക്കും സ്ഥിതി? മോശെ ദൈവം അയക്കാതെ ഈ വടിയും കൊണ്ട് പോയെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? മറ്റേ വടിയെല്ലാം കൂടെ മോശെ മൊത്തം വിഴുങ്ങിയത്. ദൈവം അയച്ചത് കൊണ്ടാണ് ആ കോട്ടയ്ക്കകത്ത് ദൈവം ഇറങ്ങി ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അയക്കാതെ പോയാൽ അടി ഉറപ്പ്. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കും സിസ്റ്റർ എല്ലാം എന്തോ ആണ്. ഒന്നുമല്ല. മൊത്തം പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും. അന്ന് ഞാൻ പറയുന്നില്ല. കർത്താവ് കൃപയാൽ നിർത്തുന്നു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കൃപയാൽ, കൃപയാൽ, കരുണയാൽ, ദയയാൽ ഓരോ രാത്രിയും, ഓരോ പകലും, ഓരോ സെക്കൻഡും എൻ്റെ ദൈവം എന്നെ കരുതുന്നതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ, വേറെ ഒന്നും പറയാൻ എനിക്ക് ഏതുമില്ല. അപ്പച്ചനെ ഏൽപ്പിക്കുന്നത് വിശ്വസ്തയോടെ അപ്പന് മഹത്വമായി മാറിയാൽ മാത്രം മതി. ഇത് മാത്രമേ ഉള്ളൂ. മനുഷ്യനെങ്ങനെ പ്രസാദിപ്പിക്കാമെന്നല്ല നമ്മൾ നോക്കേണ്ടത്. ദൈവം എന്നെ ഏൽപ്പിച്ചതിന് ഭയത്തോടും വിറയലോടും കൂടെ പാദപീഠത്തിൽ കിടന്നുകൊണ്ട് അപ്പാ എങ്ങനെ ദൈവത്തിന് വേണ്ടി നിൽക്കാം. അപ്പാ ആ മണവാളനെ എതിരേൽക്കുന്ന മണവാട്ടിയായി എങ്ങനെ മുന്നോട്ട് പോകാം. അപ്പാ അങ്ങ് തന്നെ ഏൽപ്പിച്ചതിനെ എങ്ങനെ തികയ്ക്കാം. യേഹൂവിനെ ഏൽപ്പിച്ചത് ഏകവസാനം വരെ നിറവേറ്റി. തൊട്ടടുത്ത വാക്യം വായിച്ചേ, ടക്കൻ വായിച്ചേ. ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽക്കൽ കൂടി നോക്കി. യേഹൂ പടിവാതിൽക്കൽ കടന്നപ്പോൾ അവൾ യജമാനനെ കൊന്നവനായ സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു. അവൻ തന്റെ മുഖം കിളിവാതിൽക്കലേക്ക് ഉയർത്തി, ആരുള്ളൂ എന്റെ പശുത്ത്, ആരുള്ളൂ എന്ന് ചോദിച്ചു. എന്നാൽ 2-3 ഷണ്ടന്മാർ പുറത്തേക്ക് നോക്കി അവളെ താഴെ തള്ളിയിടുവിൻ എന്ന് അവൻ കൽപ്പിച്ചു. ലാസ്റ്റ് കണ്ണീൻ താഴ്ന്നു. തള്ളിയിടാൻ പറഞ്ഞു. ആരെ? ഇസബേലിന്. കണ്ടോ? അവിടെയും കരി എഴുതി വരച്ച കണ്ടോ? ഇസബേലിന്റെ ശക്തി മനസ്സിലായോ? നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഇസബേലിനെ വേണ്ടെങ്കിൽ, ലൂസിഫറിൻ്റെത് വേണമെങ്കിൽ എടുക്കാം. വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇട്ടിട്ടുണ്ട് 2 വഴി. ഒന്ന് വിശാലം, ഒന്ന് ഇടുക്കം. ക്രിസ്തുവിന് വേണോ? ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ട് പോകണോ? മണവാട്ടിയായിട്ട് ആ കർത്താവിന് ഹൃദയപ്രകാരം വചനത്തെ ധരിച്ച് കർത്താവ് ഇരിക്കുന്നിടത്ത് എന്ന് മണവാട്ടിയുടെ ലിസ്റ്റിൽ ഇരിക്കാം. അതല്ല, ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തി മാത്രം രക്ഷിക്കപ്പെട്ടു, ദാറ്റ്സ് ഓൾ, അത്രേ ചെയ്തുള്ളൂ. ഓക്കെ, പോകാം. പക്ഷെ മണവാട്ടി ഇരിക്കുന്നിടത്ത് പോയിരിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം കൂടെ പറയാം. ഒരു പയ്യനൊരു വിവാഹം കഴിച്ചാൽ അവൻ്റെ മുറിക്കകത്ത് അവൻ വിവാഹം കഴിച്ചവൻ മാത്രമേ കൊണ്ടുപോകൂ. അവൻ വിവാഹം കഴിച്ച് കാറി കയറുമ്പോൾ നമ്മൾ ഇരുന്നാൽ കളിയാക്കല്. ഞാൻ പറഞ്ഞ വേറെ ആഴോ? എനിക്ക് വേറെ ആരെയും പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? ക്രിസ്തു യേശു തൻ്റെ മണവാട്ടിയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ രക്ഷിക്കപ്പെട്ട ചെറിയൊരു ലെവൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ജീവൻ പ്രാപിച്ചു. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. അതുകൊണ്ട് കർത്താവേ, നീ ഇരിക്കുന്നിടത്ത് നിന്റെ മണവാട്ടിയെ മാറ്റിയിട്ട് എന്നെ ഇരുത്താന്ന് പറഞ്ഞു പോയാൽ മാറിയില്ലെന്ന് പറയും. അവളിരിക്കട്ടെ. കണ്ടോ? മനസ്സിലായോ? മണവാട്ടി ലിസ്റ്റിൽ വേണോ? ആദ്യജാതന്മാരുടെ ലിസ്റ്റിൽ വേണോ? കർത്താവിൻ്റെ വാചനം നമ്മുടെ അകത്ത് ആഴമായി ഇറങ്ങട്ടെ. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ലിസ്റ്റിലിരിക്കാം, സ്വത്ത് നഷ്ടപ്പെടത്തില്ല. സ്വന്തം എന്നാൽ അവിടെ ചെന്ന് പിച്ചക്കാരനെ പോലെ നിൽക്കണ്ടെങ്കിൽ എങ്ങനെ പിച്ചക്കാരനെ പോലെ പോകും? യേശു വന്ന് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് 1007 വർഷം കുറഞ്ഞത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ രക്ഷിക്കപ്പെട്ടവരെല്ലാം വിളിക്കും. അവിടെയാണ് വലത്ത് ഇടത്ത് നിർത്തി രക്ഷിക്കപ്പെട്ടവരെ നരകത്തിൽ തള്ളാതെ കർത്താവിൻ്റെ രാജ്യത്ത് പോകും. പക്ഷേ ഏതെങ്കിലും ഒരു മൂലയിലോ അറ്റത്തോ എവിടെയെങ്കിലും. കണ്ടിട്ടില്ലേ? മണവാട്ടിയും മണവാളിനും ബെഡ്റൂമിൽ പോകുമ്പോൾ അവിടെ പാത്രം കഴിയതും കല്യാണത്തിന് വേണ്ടി ഓടി നടന്നതും കല്യാണം വിളിച്ച് ലെറ്റർ കൊടുത്തതും പാത്രം കഴിയതെല്ലാം വേറെ എവിടെയെങ്കിലും. മനസ്സിലായോ? ആയില്ലേ? അപ്പനും അമ്മയും ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുത്തെന്നിരിക്കട്ടെ, ഉദാഹരണമാണ്. കല്യാണം കഴിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ബുദ്ധിമുട്ടി അപ്പനും അമ്മയും രാവും പകലും അധ്വാനിച്ചാണ് ഒരുപാട് പൈസ ഉണ്ടാക്കി വിവാഹമൊക്കെ ആയി. വിവാഹത്തിന് സമയമായി, എല്ലാം കല്യാണം കഴിപ്പിച്ച് കൊടുത്തു, കാര്യമെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് മണവാട്ടി ഇരിക്കേണ്ട അടുത്ത് മണവാട്ടി ഇരിക്കുക. അമ്മ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് കൊണ്ട് എൻ്റെ അമ്മയും കൂടെ കയറ്റാന്ന് പറയൂ. മനസ്സിലായോ? മണവാട്ടി എപ്പോഴും മണവാളൻ്റെ അടുത്ത് ഇരിക്കും. ആ മണവാട്ടിക്കൊരു യോഗ്യതയുണ്ട്. ആ മണവാട്ടി തന്നെ അലങ്കരിച്ച് കാത്തിരിക്കും.
തങ്ങളെ തന്നെ അലങ്കരിച്ച് ക്രിസ്തുയേശുവിന്റെ വചനത്താൽ നിറച്ച് കാത്തിരിക്കും. ദൈവം ഒരുത്തനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അന്ത്യം വരെ നടത്തും. ദൈവം വിളിക്കാതെ ഇറങ്ങി പുറപ്പെട്ടാൽ അടി ഉറപ്പ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പുതിയ നിയമത്തിനകത്ത് പൗലോസ് അപ്പോസ്തലനെ വിളിച്ചു, പത്രോസിനെ വിളിച്ചു, തിമോത്തിയോസിനെ വിളിച്ചു, ഒരുപാട് പേര് ദൈവം വിളിച്ചു. അവസാനം വരെ അവർ നടത്തി. കാരണം ദൈവം വിളിച്ചു, ചാടി പുറപ്പെട്ടതല്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-2 വാക്യം കൂടെ വായിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, വായിച്ചേ, 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട്. ചിലര് നമ്മൾ വിചാരിക്കും അവർ ചെയ്യുന്നത് പോലെ എനിക്കൊന്ന് ചെയ്യാം. അവർ ചെയ്യുന്നല്ലോ, പിന്നെന്താ എനിക്ക് ചെയ്യാൻ? എനിക്ക് പൊക്കമില്ലേ? എനിക്ക് വണ്ണമില്ലേ? എനിക്ക് ബൈബിൾ പരിജ്ഞാനമില്ലേ? 66 പുസ്തകം എനിക്ക് അറിയത്തില്ലേ? ഇവരൊക്കെ ചെയ്തില്ലേ? ദൈവവേലയല്ലേ ചെയ്തത്, എനിക്കെന്താ ചെയ്തുകൂടാതെ എന്നൊക്കെ നമുക്ക് ചിലപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പം തോന്നും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ തോന്നും, പാടിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ തോന്നും. 10 സ്പീക്കറൊക്കെ എടുത്ത് വെച്ച് ഒരു പ്രസംഗമൊക്കെ നടത്തുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നും, ഇതുപോലെ ഒന്ന് ഒരു സ്റ്റേജൊക്കെ വെച്ച് 10 ബോക്സൊക്കെ വെച്ച് ഒന്ന് പ്രസംഗിച്ചാലോ. റിയലി സകല മനുഷ്യരിൽ ഒരുപാട് പേർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. തോന്നലിൽ ചാടിയാൽ പോക്കാണ്, ഭീഷും. വായിച്ചേ, ടക്കന് ശ്രദ്ധിച്ചു ആ വാക്യം എന്തോന്ന്. എല്ലാവരും കരങ്ങളൊന്ന് അടിച്ചേ, കരങ്ങളൊന്ന് അടിച്ചേ, ശക്തിയോടെ നടിച്ചേ. വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 8-14 മുതൽ ടക്കനെന്ന് വായിച്ചേ. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെ അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മ ലഭിക്കേണ്ടതിനെ അവർക്കായി പ്രാർത്ഥിച്ചു. അപ്പൊ വേറെ ആൾക്കാർ നോയിക്കൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധാത്മാവൊക്കെ പ്രാപിക്കുന്നെല്ലാം നോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അന്ന് വരെ ആരുടെ മേലും ആത്മാവ് വന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. കണ്ടോ, അടുത്ത് വേറെ ആൾ നോയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ വിചാരിച്ചു അവർ കൈവച്ചപ്പോ പരിശുദ്ധാത്മാവ് കിട്ടിയില്ല, പിന്നെ ഞാൻ വച്ചാലും കിട്ടണ്ടേ? കണ്ടോ, ആഗ്രഹം വലുതാണ്. അടുത്ത വരി. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മ ലഭിച്ചത് ശീമോൻ കണ്ടാറേ. ശീമോൻ കണ്ടോണ്ടിരിക്കുക. അയാൾ കൈവച്ചു, മറ്റൊരു കൃപ പ്രാപിച്ചു. ഞാനും കൈവച്ചാൽ കൃപ കിട്ടണം. അടുത്ത വരി. ശീമോൻ കണ്ടാറേ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. എങ്ങനെയെങ്കിലും ഒത്തിരി എനിക്ക് കൈവച്ചാൽ കിട്ടിയാ മതി. അടുത്ത വരി. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാ ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായകയാൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായകയാൽ ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. ഈ കാര്യത്തിൽ നിനക്ക് പങ്കുമില്ല. ദൈവം വിളിക്കാതെ ചാടിയാൽ എങ്ങനെ ഇരിക്കും? അടുത്ത വരി. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് അവരോട് പ്രാർത്ഥിക്കും. കാരണം എന്താ? നീ ചെയ്യുന്നത് വഷളത്വമാണ്. നീ മാനസാന്തരപ്പെടണം. കാരണം നിന്റെ അകത്ത് വേറെ കുഴപ്പങ്ങളുണ്ട്. അടുത്ത വരി. പക്ഷേ നിന്റെ ഹൃദയത്തിൽ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും. നിരൂപണം എന്തോന്നാ? ഞാൻ കൈവച്ചാലും കിട്ടണം, അതാണ് നിരൂപണം. അടുത്ത ഒരു വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വായിച്ചേ. എന്നാൽ എന്നൊരു പരീക്ഷൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ നാളുകൾക്ക് മുമ്പേ ദ്യുദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നുകൂടി. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദ, അവിടെ ഒന്നുമില്ലാതായി, ചിന്നി തകർന്ന് തരിപ്പണമായി. അടുത്ത വരി. യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനം തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. കണ്ടോ, വശീകരിച്ചു. ഒരു കൂട്ടം പേര് സ്വന്തം ഇഷ്ടപ്രകാരം വശീകരിച്ചു കൊണ്ടുപോയി. അടുത്ത് അവനും നശിച്ചു. അവനും എന്ത് ചെയ്തു? ദൈവവിളിയില്ലാതെ ചാടി പുറപ്പെട്ട പോക്ക്. അടുത്ത് അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യം എന്ന് വരികിൽ ഒരു മനുഷ്യന്റെ ഹിതമാണെങ്കിൽ അത് നശിച്ചു പോകും. അതെന്ത് ചെയ്യും? മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ചാടി പുറപ്പെട്ട് നശിക്കും. അടുത്ത് ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയുകയില്ല. കണ്ടോ, ദൈവം വിളിച്ചിറങ്ങിയ ഒരുത്തനെ, ദൈവം പ്രവർത്തിച്ച ഒരുത്തനെ, ദൈവം കൊടുത്തൊരു ശുശ്രൂഷ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്ത് മണവാട്ടികൾ കൂട്ടത്തിൽ ക്രിസ്തുയേശു വരുമ്പോൾ
വിളക്ക് കത്തി അര കെട്ടി ഉണർന്ന് കർത്താവിനെ കാത്തിരിക്കുന്ന പാപത്തെ ജയിച്ച് ക്രിസ്തുവിൻ്റെ മകനായി ഒരു ജയജീവിതം നയിച്ച് അപ്പനായി നമുക്ക് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ.